നമസ്കാരം. പുതിയൊരു സാമ്പത്തിക വർഷത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം 2025 അവസാനിക്കുമ്പോൾ നമ്മുടെ പ്രതീക്ഷ 2026 പ്രത്യേകിച്ച് ഓഹരി വിപണിയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടങ്ങൾ നേടും എന്നുള്ള പ്രതീക്ഷയിലാണ് പൊതുവെ രാജ്യത്തെ അനലിസ്റ്റുകൾ കരുതിയിരുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായിട്ട് യുദ്ധം പോലെയുള്ള സാഹചര്യം ഉണ്ടാവുകയും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് താഴെ പോവുകയും ചെയ്തു. പക്ഷേ ഈ സാഹചര്യത്തിൽ നമ്മൾ വിസ്മരിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം, രാജ്യത്തിൻ്റെ ഇക്കോണമി, സമ്പദ്ഘടന മുന്നോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ നേട്ടങ്ങൾ, പ്രത്യേകിച്ചും ജപ്പാനും ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസം കുറഞ്ഞു വരുന്നു. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ 2026 ഏപ്രിൽ മാസം വരുന്ന മെയ് ജൂൺ മാസങ്ങളിൽ മാർക്കറ്റ് എങ്ങനെ പ്രതികരിക്കും, ഒപ്പം തന്നെ ഈ സാഹചര്യത്തിൽ നമ്മൾ വാങ്ങണോ, നമ്മുടെ വാങ്ങൽ എങ്ങനെയായിരിക്കണം, അതൊരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ റൂട്ട് എടുക്കണോ, അതോ ലംസമായിട്ട് പണം ഇടണോ, സ്വർണം വെള്ളി തുടങ്ങിയ കാര്യങ്ങളിൽ എന്താണ് കാഴ്ചപ്പാട്, ഇത്തരം ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയാനായി നമ്മളോടൊപ്പം ചേരുന്നു ഷെയർവെൽത്ത് സെക്യൂരിറ്റീസ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ TB രാമകൃഷ്ണൻ. റാംകി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ശ്രീ റാംകി, സ്വാഗതം. ശ്രീ റാംകി, ഈ ദിവസങ്ങൾ പ്രത്യേകിച്ചും ഈ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ പ്രസിഡന്റ് ട്രംപ് പലതരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുന്നു. അത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സപ്ലൈ ചെയിൻ ഇഷ്യൂസ്, വാറിൻ്റെ ഇഷ്യൂസ്, ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു അവിയൽ പരുവത്തിലാണ് ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് നിൽക്കുന്നത്. ഈ വരുന്ന മാസങ്ങൾ, വരുന്ന ദിനങ്ങൾ എങ്ങനെയാവാനാണ് സാധ്യത? ക്രൈസിസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ 6 ആഴ്ചയായി ക്രൈസിസ് സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ ഒരു സീസ് ഫയറൊക്കെ അനൗൺസ് ചെയ്തിരുന്നു. പക്ഷേ ആ സീസ് ഫയറിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇനീഷ്യൽ ഡേയ്സിലൊക്കെ മാർക്കറ്റ് ഉണ്ടായിരുന്നു, കഴിഞ്ഞ വെള്ളിയാഴ്ച വരെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഓവറോൾ ഇന്നത്തെ ഡിസ്കഷൻ്റെ എൻഡ് റിസൾട്ട് നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അടുത്ത ദിവസങ്ങളിൽ മാർക്കറ്റ് ഒരു വീക്ക് ഓപ്പണിംഗ് ആണ് നമ്മളൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതേസമയം സെൻറ്റിമെൻറ്റ് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ നെഗറ്റീവ് സെൻറ്റിമെൻറ്റിൽ തന്നെയാണ് ഇൻവെസ്റ്റേഴ്സ്. ഇന്ത്യ മാത്രമല്ല, അക്രോസ് ഗ്ലോബ് അങ്ങനെ തന്നെയാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം നമ്മൾ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് നോക്കിയാൽ തന്നെ അതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം ഫ്യൂച്ചേഴ്സ് പ്രൈസ്, ഇപ്പോൾ ബ്രന്റ് ക്രൂഡ് ഓയിലിൻ്റെ ഒരു പ്രൈസ് നോക്കുകയാണെങ്കിൽ $95 പെർ ബാരലിനാണ് ബ്രന്റ് ക്രൂഡ് ഓയിലിൻ്റെ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത്. അതേസമയം സ്പോട്ട് മാർക്കറ്റിൽ ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വളരെ ഷോർട്ടേജാണ് സ്പോട്ട് മാർക്കറ്റിൽ ക്രൂഡ് ഓയിൽ കിട്ടാനായിട്ട്. ഇപ്പോൾ പല രാജ്യങ്ങളും അതിൻ്റെ ഷോർട്ടേജ് അനുഭവിച്ച് തുടങ്ങിയിരിക്കുന്നു. ഇതിൻ്റെ ഒന്നും ഇമ്പാക്റ്റ് മാർക്കറ്റിൽ റിഫ്ലക്റ്റഡ് ആയിട്ടില്ല. ഇനീഷ്യൽ റിയാക്ഷൻ മാത്രമാണ് ഗ്ലോബലി വന്നിട്ടുള്ളൊരു ഇമ്പാക്റ്റ്. അതുപോലെ തന്നെ ഇന്ത്യയിലത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ഇനീഷ്യൽ റിയാക്ഷൻ മാത്രമാണ്. ഇനി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇന്നലെ ഗവൺമെൻറ് അനൗൺസ് ചെയ്തിട്ടുണ്ട് ഡീസൽ എക്സ്പോർട്ട്സിന്മേൽ, അതുപോലെ തന്നെ ഏവിയേഷൻ ടർബോ ഫ്യൂവൽ എക്സ്പോർട്ടിന്മേലൊക്കെ ധാരാളം ടാക്സസൊക്കെ ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ എക്സ്പോർട്ട് ബിസിനസ്, ആ രംഗത്തുള്ള എക്സ്പോർട്ട് ബിസിനസ്സിനെ ബാധിക്കുകയാണ്. ഒപ്പം ഇൻ്റർനാഷണൽ ലെവലിൽ ഈ കമ്മോഡിറ്റികളുടെ പ്രൈസും കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഓവറോൾ ഗ്ലോബൽ ഇമ്പാക്റ്റ്, പൊതുവെ ഗ്ലോബൽ മാർക്കറ്റുകളിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് വീണ്ടും കൂട്ടാനുള്ള സാധ്യതകളുണ്ട്. അതേസമയം ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു വൊളാറ്റിലിറ്റിയുടെ ഒരു സിറ്റുവേഷൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റി സെൻസസ് നല്ല രീതിയിലൊക്കെ താഴെ വന്നിരുന്നു. അതിനുശേഷം ഒരു ഡിപ്പ് ബൈയിങ് മാർക്കറ്റിൽ റിഫ്ലക്റ്റഡ് ആണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ വിൽക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ഡൊമസ്റ്റിക് ഫണ്ടുകൾ, റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് മാർച്ചിൽ, ഫെബ്രുവരി മാസത്തിലൊക്കെ കുറച്ച് ഡിപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മാർച്ചിലത്തെ മ്യൂച്വൽ ഫണ്ട് ഡാറ്റ നോക്കുകയാണെങ്കിൽ നമ്മുടെ SIP പുതിയ റെക്കോർഡ് ഹൈ ഹീറ്റ് ചെയ്തിരിക്കുകയാണ്. 32,000 കോടി രൂപയ്ക്ക് മുകളിലാണ് SIP വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ടോട്ടൽ മ്യൂച്വൽ ഫണ്ട് ഫോളിയോസ് നോക്കുകയാണെങ്കിൽ ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണലിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഈ മൂവ്മെൻറ്റ്, അതുപോലെ തന്നെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ്, സാധാരണ രീതിയിൽ മാർച്ചിൽ മാർക്കറ്റിലെ നെഗറ്റീവ് സെൻറ്റിമെൻറ്റിൽ ഇൻവെസ്റ്റേഴ്സ് വലിയ രീതിയിലൊക്കെ സെല്ല് ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് മുമ്പ് വന്നിരുന്നത്. പക്ഷേ മ്യൂച്വൽ ഫണ്ട് ഡാറ്റ സൂചിപ്പിക്കുന്ന ഇന്ത്യയിലത്തെ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ വളരെ കംഫർട്ടബിളാണ്. അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ തന്നെയാണ് കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഫോറിൻ ഫണ്ടുകൾ വിൽക്കുമ്പോഴും നമ്മുടെ ഡൊമസ്റ്റിക് ഫണ്ടുകൾ വലിയ രീതിയിലാണ് സ്റ്റോക്കുകൾ വാങ്ങിക്കൂട്ടിയിട്ടുള്ളത്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഡൊമസ്റ്റിക് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും വലിയ രീതിയിലാണ് സ്റ്റോക്കുകളൊക്കെ വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ തീർച്ചയായിട്ടും ക്രൂഡ് ഓയിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നൊരു കമ്മോഡിറ്റി. ഒപ്പം ഗോൾഡ് പ്രൈസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഗോൾഡ് പീക്ക് ലെവലിൽ നിന്നൊക്കെ താഴെയാണ്. എന്നിരുന്നാലും നമ്മളെ സംബന്ധിച്ച് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ്, ഒപ്പം നമ്മുടെ റുപ്പിയുടെ പ്രൈസ് മൂവ്മെൻറ്റ്, ഈ 2 ഫാക്ടേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വലിയ രീതിയിൽ സപ്ലൈ ഡിസ്റപ്ഷൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗ്ലോബലി എല്ലാ മാർക്കറ്റുകളെ അതൊക്കെ ഇമ്പാക്റ്റ് ചെയ്തേക്കാം. ഇന്ത്യൻ മാർക്കറ്റിലും അതിൻ്റേതായ ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഈ 2025 അവസാനിക്കുമ്പോഴേക്കും നമ്മൾ പൊതുവെ ഒരു കൺസെൻസസ് വന്നത്, നാഷണൽ ലെവലിൽ തന്നെ ഒരു കൺസെൻസസ് വന്നത് 2026 വിൽ ബി ബെറ്റർ ദാൻ 2025 എന്ന രീതിയിൽ ഒരു പിങ്ക് പേപ്പേഴ്സ് ധാരാളമായി അങ്ങനെ
ഇന്നത്തെ കാര്യങ്ങളിൽ കണ്ടിരുന്നു. പക്ഷേ അതേസമയം അപ്രതീക്ഷിതമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ഔട്ട് ഓഫ് ദ ബ്ലൂ പെട്ടെന്ന് ഇങ്ങനെ ഒരു വാർ ഷിനാരിയോ വരികയുണ്ടായി. നമ്മൾ പലപ്പോഴും പറയുന്നത് ഇന്ത്യ പല കാര്യങ്ങളിലും ഒത്തിരി ധാരാളമായി മെച്ചപ്പെട്ടു, പ്രത്യേകിച്ചും സ്റ്റോക്ക് മാർക്കറ്റ് ഷിനാരിയോയിൽ വളരെയധികം മെച്ചപ്പെട്ട് നിൽക്കുന്നു എന്നുള്ള ഒരു നരേറ്റീവാണ് നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഈ 2026 അപ്രതീക്ഷിതമായി ഇങ്ങനെയുള്ള കാര്യം വന്നുവെങ്കിലും ഏതെങ്കിലും തരത്തിൽ മറ്റ് സ്റ്റോക്ക് മാർക്കറ്റുകളെക്കാളും നമുക്കൊരു എക്സ് ഫാക്ടർ അഡീഷണൽ ആയിട്ടുണ്ട് എന്ന് സാർ കരുതുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഏതാണ്? 2025 എൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ 2026 സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ച് വലിയ എക്സ്പെക്റ്റേഷൻ തന്നെയായിരുന്നു. ഞാനും എക്സ്പെക്റ്റ് ചെയ്തിരുന്ന മാർക്കറ്റ് വലിയ രീതിയിലുള്ള മുന്നേറ്റം കാഴ്ചവെക്കും എന്ന തരത്തിലുള്ളൊരു എക്സ്പെക്റ്റേഷൻ തന്നെയായിരുന്നു. പക്ഷേ പിന്നീടുണ്ടായിട്ടുള്ള സംഭവവികാസങ്ങളാണ് ഇത്തരത്തിലുള്ള ഒരു എക്സ്പെക്റ്റേഷനെ മാറ്റിമറിച്ചിരിക്കുന്നത്. എൻ്റെ മാത്രമല്ല, ഗ്ലോബലി എല്ലാ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് അനലിസ്റ്റുകളും അത്തരത്തിലുള്ളൊരു എക്സ്പെക്റ്റേഷൻ തന്നെയാണ് ഇന്ത്യയെക്കുറിച്ച് വെച്ച് പുലർത്തിയിരുന്നത്. ഒപ്പം കഴിഞ്ഞ ഒരു വർഷമായിട്ട് സെല്ലിംഗ് കണ്ടിന്യൂ ചെയ്തിരുന്ന വിദേശ ഫണ്ടുകൾ തിരിച്ചു വരുന്നുള്ളൊരു എക്സ്പെക്റ്റേഷനൊക്കെ ഉണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഒരു മാസം മാത്രമാണ് അവരുടെ ഭാഗത്തു നിന്ന് ഒരു ബൈയിങ് നമ്മൾ കണ്ടിരുന്നത്. അതിനുശേഷം വീണ്ടും കണ്ടിന്യൂസ് സെല്ലേഴ്സാണ്, പ്രത്യേകിച്ച് ഇറാൻ ക്രൈസിസ് ആരംഭിച്ചതിന് ശേഷമുള്ള സെല്ലിംഗ് ഡാറ്റയും സൂചിപ്പിക്കുന്നത്. വിദേശ ഫണ്ടുകൾ ഇന്ത്യയുടെ എക്കണോമിക് ഫണ്ടമെൻ്റൽസ് വെച്ചിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യാറ് സാധാരണ രീതിയിൽ. തീർച്ചയായിട്ടും ഇന്ത്യയുടെ എക്കണോമിക്സ് ഫണ്ടമെൻ്റൽസ് താഴെ പോകുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലാണ് അവർ സെല്ലിംഗ് കണ്ടിന്യൂ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ റീസെൻ്റ് ആയിട്ടുള്ള ഡാറ്റ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച മാത്രമാണ് വളരെ ദിവസങ്ങളുടെ സെല്ലിങ്ങിന് ശേഷം ഒരു ബൈയും കണ്ടത്. തീർച്ചയായിട്ടും ഇൻറ്റൻസിറ്റി ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മളെ സംബന്ധിച്ച് കറണ്ട് വാല്യുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ വാല്യുവേഷൻ ഒരു ഫേവറബിൾ സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ റീസെൻ്റായിട്ട് വന്നിട്ട് ലോ ഹിറ്റ് ചെയ്ത സമയത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഫോർവേഡ് പ്രൈസ് ഏർണിംഗ് റേഷ്യോ അറൗണ്ട് 18.5 വരെയൊക്കെ താഴെ വന്നിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ ട്രെയിലിംഗ് പി റേഷ്യോ വെച്ച് നോക്കുകയാണെങ്കിൽ അറൗണ്ട് 21 ആണ് പി റേഷ്യോ വന്നിരിക്കുന്നത്. ഇത് നമ്മൾ ഫോർവേഡ് കൺവേർഷൻ വരികയാണെങ്കിൽ അറൗണ്ട് 19.5 അല്ലെങ്കിൽ മാക്സിമം ഒരു 20 പി ലെവലിലേക്കാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കാം. പക്ഷേ ഇതിലുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ഇറാൻ ക്രൈസിസിൻ്റെ ഒരു ഇമ്പാക്റ്റിൽ നമ്മുടെ കോർപ്പറേറ്റ് റിസൾട്ടുകൾ വളരെ മോശം പെർഫോമൻസ് ആണ് Q2 വെച്ച് കാഴ്ചവെക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായ നെഗറ്റീവ് ഇമ്പാക്റ്റുകളൊക്കെ ഉണ്ടാവാം. ഇപ്പോൾ Q4 റിസൾട്ടുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തേക്കാളും ബെറ്റർ റിസൾട്ട് തന്നെയാണ് ഇപ്പോൾ TCSൻ്റെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ. പക്ഷേ മാർക്കറ്റ് അതിനൊരു മെറിറ്റ് കൊടുത്തിട്ടില്ല. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എയ്ഡ് ഇമ്പാക്റ്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഗൈഡൻസ് പുറത്ത് വന്നിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന Q4 റിസൾട്ടുകൾ, അതുപോലെ തന്നെ Q1 എക്സ്പെക്റ്റേഷൻസ്, നമ്മുടെ ക്രൂഡ് ഓയിൽ പ്രൈസിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളം നമ്മുടെ എക്കണോമിനെ ബാധിക്കും, അതുപോലെ തന്നെ മറ്റ് സപ്ലൈ ഡിസ്റപ്ഷൻ LPG രംഗത്തായാലും അല്ലെങ്കിൽ പെട്രോൾ ഡീസൽ പ്രൈസിൻ്റെ കാര്യത്തിലായാലും ഈ ഇലക്ഷന് ശേഷം ഗവൺമെൻറ് ഇതിൻ്റെയൊക്കെ പ്രൈസ് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റൊക്കെ ബാധിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പക്ഷേ ഗവൺമെൻറ് ഇലക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയങ്ങളിൽ പെട്രോൾ ഡീസൽ പ്രൈസസ് ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ടെന്നുള്ളൊരു എക്സ്പെക്റ്റേഷനൊക്കെയാണ്. അങ്ങനെ വരികയാണെങ്കിൽ അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റൊക്കെ മാർക്കറ്റിൽ കണ്ടേക്കാം. ഓവറോൾ നോക്കുകയാണെങ്കിൽ വേസ്റ്റ് സീംസ് ഓവർ എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലാണ് ഞാനിരിക്കുന്നത്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റേഴ്സിന് എവറി ഫാൾ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ്. ചുരുക്കി പറഞ്ഞാൽ കമ്പനികളുടെ ഏണിങ്സിനപ്പുറത്ത് ഇന്ത്യയുടെ അടിസ്ഥാന ഘടകങ്ങൾ വളരെ ഫണ്ടമെൻ്റലി വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു എന്ന് ഒറ്റവാക്കിൽ പറയാം. ഇത് പറയുമ്പോഴും നമ്മൾ പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്ന ഒരു കാര്യം, ഇപ്പോൾ കോവിഡ് സമയത്ത് ഇൻഡസിൻഡ് ബാങ്ക് പോലെ മുൻനിര ബാങ്കുകൾക്ക് പലതരത്തിലുള്ള പ്രതിസന്ധികൾ നേരിട്ടു, അത് താഴേക്ക് പോയി. അതിനുശേഷം വളരെ പെട്ടെന്നാണ് പ്രതിസന്ധികൾ ഉരുണ്ടുകൂടുന്നത്. അതിൻ്റെ ഫ്രീക്വൻസി ഓഫ് ക്രൈസിസ് വളരെ കൂടിയിട്ടുണ്ട് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്. അത് എപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഏറ്റവും ഒടുവിലാണെങ്കിൽ ഇപ്പോൾ HDFC ബാങ്കിൽ ഉള്ള അല്ലെങ്കിൽ ബാങ്കിങ് മേഖലയിലുണ്ടായ അപ്പം നമ്മുടെ ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകളാണ് ഇവയെന്നുള്ള കാര്യം. ഒപ്പം തന്നെ ഇപ്പോൾ TCSൻ്റെ റിസൾട്ട് കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു. പക്ഷേ ആന്ത്രോപ്പിക് എന്ന് പറയുന്ന AI-യിലുണ്ടായ ഒരിത്, അപ്പോൾ അടുത്തത് എന്തെന്നുള്ള കാര്യം, ഇങ്ങനെ ഒത്തിരി ക്യാവോസും കൺഫ്യൂഷനും ഈ മാർക്കറ്റിൽ നിലനിൽക്കുന്നുണ്ട്. അത് ബ്ലൂ ചിപ്പുകളെയും നന്നായി ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരു ലോങ് ടൈം നിക്ഷേപകനെ സംബന്ധിച്ചിടത്തോളം ഒരു ലോങ് ടൈം നിക്ഷേപകൻ്റെ മരണമല്ലേ കാണുന്നത്? പ്രത്യേകിച്ചും സാറ് തന്നെ സാറിൻ്റെ പോഡ്കാസ്റ്റിൽ കൂടെ പറയുന്നത് ആളുകളെല്ലാം പ്രോഫിറ്റ് പൊസിഷൻസ് പരമാവധി വിറ്റ് നിൽക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഒരു ലോങ് ടൈം കാഴ്ചപ്പാടോടുകൂടി അതും ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകളിൽ വാങ്ങിയവരെ സംബന്ധിച്ച് അവരുടെ ഒരു ഡെത്ത് അല്ലേ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്ക് അങ്ങനെ വിലയിരുത്താനായിട്ട് സാധിക്കില്ല. കാരണം ഇവൻറ്റുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇൻഡസ്ഇൻഡിൻ്റെ ബാങ്കിൻ്റെ ഇവൻറ്റും അതുപോലെ തന്നെ HDFC ബാങ്കിൻ്റെ ഇവൻറ്റും രണ്ടാണ്. ഇൻഡസ്ഇൻഡ് ബാങ്കിൽ ഇൻറ്റേർണലായിട്ടുള്ള വന്നുള്ള ഇഷ്യൂസ് ആണെങ്കിൽ ഈ HDFC ബാങ്കിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ തേർഡ് പാർട്ടി പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇഷ്യൂ ആണ് വന്നിരിക്കുന്നത്. അത് ആ ബാങ്കിനെ ഒരു കാരണവശാലും ഇൻറ്റേർണലായിട്ട് ബാധിക്കാൻ, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ബാധിക്കാൻ പോകുന്നില്ല. അത് ഓൾറെഡി
മാർക്കറ്റിൽ അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ മാർക്കറ്റ് ഓവർ റിയാക്ട് ചെയ്തിട്ടുണ്ട് അതിന്. കാരണം HDFC ബാങ്കിൻ്റെ ചെയർമാൻ റിസൈൻ ചെയ്തു മോറൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട്. അതൊരു ബാഡ് സിഗ്നൽ കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ആസ് ആൻ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ എന്നുള്ള സ്ഥിതിക്ക് അദ്ദേഹത്തിൻ്റെ കർത്തവ്യം നിർവഹിച്ചിരിക്കുകയാണ്. കാരണം ഒരു റൈറ്റ് പാത്തിൽ നിന്ന് എവിടെയെങ്കിലും ഒരു ഡീവിയേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ മോറൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് റിസൈൻ ചെയ്യാന്ന് വളരെ വലിയൊരു കാര്യമാണ്. ഞാനതിന് പോസിറ്റീവായിട്ട് എടുത്തുള്ളൂ. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് താഴെ വന്ന സമയങ്ങളിൽ HDFC ബാങ്ക് ലോങ് ടൈമിലേക്ക് സ്ട്രോങ് ആയിട്ട് വീണ്ടും ഇൻവെസ്റ്റ്മെൻറ്റിന് കൺസിഡർ ചെയ്യാമെന്ന് സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഇത്തരത്തിൽ ഇവൻറ്റുകൾ നമ്മൾ പല ഇവൻറ്റുകളെയും ആ ഇവൻറ്റിൻ്റെ ഡെപ്ത് അനുസരിച്ച് മെത്തേഡ് ഓഫ് ഇവൻ്റ് അനുസരിച്ച് മാത്രമാണ് നമുക്ക് വാല്യൂ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇനി ആന്ത്രോപ്പിക്കിൻ്റെ ഇഷ്യൂ എന്ന് പറയുന്നത് പൊതുവേ ജനറേറ്റീവ് AI ഏജൻറ്റിക് AI വന്നിട്ടുള്ള ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുത് തന്നെയാണ്. കാരണം ഭാവിയിൽ നമ്മൾ ഫ്യൂച്ചർ നോക്കുകയാണെങ്കിൽ ധാരാളം ജോബ് ലോസസ് ഒക്കെ ഉണ്ടാവും. പക്ഷേ സ്കിൽഡ് വർക്കേഴ്സിനെ സംബന്ധിച്ച് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതോടൊപ്പം തന്നെ അതുണ്ടാക്കിയിട്ടുള്ള ഒരു വൊളാറ്റിലിറ്റി എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ആസ് സർവീസസ് കൊടുക്കുന്ന സോഫ്റ്റ്വെയർ കമ്പനികളെ ബാധിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് എ റിയാലിറ്റി. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മൾ ഇൻഫോസിസിൻ്റെ പ്രൈസിലായാലും TCSൻ്റെ പ്രൈസിലായാലും അല്ലെങ്കിൽ ടെക്നോളജി സ്റ്റോക്കുകൾ പൊതുവേ സോഫ്റ്റ്വെയർ കമ്പനികളുടെ പ്രൈസിലായാലും കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഒരു പരിധി വരെ നമ്മൾ മാർക്കറ്റിലും ഡിസ്കൗണ്ടഡ് ആണ്, പ്രൈസിലും ഡിസ്കൗണ്ടഡ് ആണ്. ഫ്യൂച്ചർ ഇവൻറ്റുകൾ വെച്ച് നമ്മൾ വിലയിരുത്തണമെങ്കിൽ ഇത്തരത്തിലുള്ള കമ്പനികൾ ആരൊക്കെയാണോ AI എനേബിളേഴ്സായിട്ട് മാറിയിട്ടുള്ള ആ കമ്പനികളെ സംബന്ധിച്ച് ബ്യൂട്ടിഫുൾ ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മൾ ഇൻഫോസിസിൻ്റെ കാര്യം എടുക്കുക. ഇൻഫോസിസിൻ്റെ അറൗണ്ട് 5000-ലധികം AI പ്രൊജക്റ്റുകളിലാണ് ഇൻഫോസിസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ TCSൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും ഹ്യൂജ് അഡീഷനാണ് AI റിലേറ്റഡ് വർക്കുകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികളെ, ക്യാഷ് റിച്ച് ആയിട്ടുള്ള കമ്പനികളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള റീസെൻ്റ് ആയിട്ടുള്ള വൊളാറ്റിലിറ്റിയൊക്കെ തരണം ചെയ്യാൻ സാധിക്കുന്നതാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. അതേസമയം മാസീവ് ജോബ് ലോസസ് ഒക്കെ വരുന്ന കാര്യം തീർച്ചയായും തന്നെയാണ്. അതിനെങ്ങനെ ഓവർകം ചെയ്യുന്നുള്ള കാര്യങ്ങൾ ഗവൺമെൻറ്റുകളുടെ ഡിസിഷനാണ്. ഈ ജോബ് ലോസസ് വരുമ്പോൾ ഹൗ ടു അക്കമഡേറ്റ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് OpenAIയുടെ CEO പറഞ്ഞിരിക്കുന്നത് ഗവൺമെൻറ് പുതിയ ടാക്സ് ഇമ്പോസ് ചെയ്യുന്ന അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് റോബോ ടാക്സ്. നമ്മൾക്ക് ഇതുവരെ റോബോ ടാക്സിയെ കണ്ടിട്ടുള്ളൂ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് AI റീപ്ലേസ്മെൻറ്റ് കൊണ്ടുണ്ടാക്കുന്ന ജോബ് ലോസസിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ആ കമ്പനികൾ പോസ്റ്റ് ചെയ്യുന്ന പ്രോഫിറ്റിന്മേൽ ടാക്സ് ഇമ്പോസ് ചെയ്യുന്നതാണ് സാം ആൾട്ട്മാൻ പറഞ്ഞിരിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ സജഷനാണ്. നാളെ ഒരു പക്ഷേ ഈ സജഷൻ ഗവൺമെൻറ്റുകൾ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്തുകൂടായില്ല അത്തരത്തിലുള്ള ജോബ് ലോസസ് വരികയാണെങ്കിൽ. അപ്പോൾ എല്ലാ ഇവൻറ്റുകളും ഇൻവെസ്റ്ററെ സംബന്ധിച്ച് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ. വൊളാറ്റിലിറ്റി, നമ്മുടെ വാറൻ ബഫറ്റ് പ്രസിദ്ധനായ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വൊളാറ്റിലിറ്റി ഈസ് എ ഫ്രണ്ട് ഓഫ് ഇൻവെസ്റ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തീർച്ചയായിട്ടുള്ള ഒരു പ്രഡിക്ഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കോട്ട് വളരെ ശരി തന്നെയാണ്. വൊളാറ്റിലിറ്റിയിൽ വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന, നല്ല ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്ററെ സംബന്ധിച്ച് നല്ല ഡേയ്സ് തന്നെയാണ് എഹെഡ് ആയിട്ടുള്ളത്. അതേസമയം നമ്മൾ പല സെക്ടറുകളും ഒരുപക്ഷെ AI ഡിസ്റപ്ഷനിൽ വാനിഷ് ചെയ്തേക്കാം. അത് ഓഫ് കോഴ്സ് ഇൻവെസ്റ്ററെ നോളജ് അക്വയർ ചെയ്യാനുള്ള കഴിവ് അല്ലെങ്കിൽ മറ്റ് സോഴ്സസിൽ കൂടെ ഇത്തരത്തിലുള്ള നോളജ് അക്വയർ ചെയ്യാനുള്ള കഴിവ്, ഇതിനനുസരിച്ചാണ് അദ്ദേഹത്തിന് ഡിസിഷൻ എടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ ലോകത്ത് ഇൻവെസ്റ്റർ വലിയ രീതിയിൽ അഗ്രസീവായിട്ട് വിജിലൻ്റ് ആയിരിക്കേണ്ട കാര്യം ആവശ്യമാണ്. അതോടൊപ്പം തന്നെ സ്കില്ലും കൂടി അക്വയർ ചെയ്യുകയാണ് നല്ലതാണ്. പ്രത്യേകിച്ച് ജനറേറ്റീവ് AI സ്കില്ലുകൾ അക്വയർ ചെയ്യുന്നത് നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. അത്തരത്തിലുള്ള ഇൻവെസ്റ്റേഴ്സിന് നല്ല രീതിയിൽ ഈ മാർക്കറ്റിൽ നിന്ന് റിട്ടേൺ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ചുരുക്കത്തിൽ ലോങ് ടൈം നിക്ഷേപകനാണെങ്കിലും ഷോർട്ട് ടൈം ആണെങ്കിലും ഏത് തരത്തിലുള്ള നിക്ഷേപകനാണെങ്കിലും അദ്ദേഹം മുൻകാലങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ജാഗ്രത പുലർത്തണം. ലോകത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഇൻഡസ്ട്രിയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഒരു ജാഗ്രത കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് സാറ് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ അത് നേരത്തെ AI കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ ഓർക്കുന്നു, ഇന്ത്യയിൽ തന്നെ, രാജ്യത്ത് തന്നെ ഏറ്റവും ആദ്യമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലെ AI ഇൻ്റർവെൻഷനും അതിനെ ഉപോത്ബലകമായ കാര്യങ്ങളും മലയാള മനോരമയുമായി ചേർന്ന് കേരളത്തിലുടനീളം എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിൽ മുഴുവനും വലിയൊരു ക്യാമ്പയിൻ നടത്തുകയുണ്ടായി. അന്ന് രണ്ട് തരത്തിലുള്ള കാര്യങ്ങളാണ് ഉരുത്തിരിഞ്ഞ് വന്നത്. ഒന്ന്, സ്റ്റോക്ക് മാർക്കറ്റിൽ AI എനേബിൾഡ് സർവീസസ് യൂസ് ചെയ്ത് പെട്ടെന്ന് മുന്നേറാൻ സാധ്യതയുള്ള കമ്പനികൾ, പ്രത്യേകിച്ചും ചില NBFCകൾ, ബജാജ് ഫിനാൻസ് ഉൾപ്പെടെയുള്ള കമ്പനികൾ. രണ്ട്, AI ആസ് എ ടൂൾ, AI മാത്രമായിട്ട് യൂസ് ചെയ്ത് ടെക്നോളജിയിൽ യൂസ് ചെയ്യുന്ന കമ്പനികൾ. അപ്പോൾ അവയെല്ലാം എനിക്ക് തോന്നുന്നു ആ സമയത്ത് നിക്ഷേപിച്ചവർക്കെല്ലാം വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടായതായിട്ടാണ് എനിക്ക് മനസ്സിലായത്. പക്ഷെ അപ്പോഴും ഇപ്പോൾ ഈ ആന്ത്രോപ്പിക്ക് വന്നപ്പോൾ അത്തരം കമ്പനികളിൽ വീണ്ടും ഒരു റിവ്യൂ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ സ്റ്റാർട്ട് ചെയ്തിരുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് ChatGPT ലോകത്തിൽ ലോഞ്ച് ചെയ്തതിന് ശേഷം വിത്തിൻ 3 months മലയാള മനോരമ സമ്പാദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത പ്രോഗ്രാമായിരുന്നു.
ധാരാളം ഇൻവെസ്റ്റേഴ്സ് പങ്കെടുത്തിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. അന്ന് നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്ന സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് നല്ല രീതിയിൽ റിട്ടേണൊക്കെ കിട്ടിയിട്ടുണ്ട്. അന്ന് നമ്മൾ ഇൻവെസ്റ്റേഴ്സിന് അത് ഒരു ബിസിനസ് പോയിൻ്റ് ഓഫ് വ്യൂവിലല്ല, മറിച്ച് ഷെയർ വെൽത്ത് എപ്പോഴും ഫോളോ ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന നോളജ് ഡിസമിനേഷൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ പ്രോഗ്രാം നമ്മൾ ചെയ്തിരുന്നത്. അതിനുശേഷം നമ്മൾ പല സബ്ജക്റ്റ് റിലേറ്റഡ് പ്രോഗ്രാംസൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്നത്തെ നമ്മുടെ വ്യൂ ഇറ്റ് ഈസ് റൈറ്റ് എന്നാണ് ഇപ്പോഴത്തെ AI രംഗത്തുണ്ടായിട്ടുള്ള ഡെവലപ്മെൻറ്റുകൾ സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും AI റിലേറ്റഡ് രംഗത്ത് നമ്മൾ എവറി ഡേ വരുന്ന ചേഞ്ചസ് സ്റ്റഡി ചെയ്തേ പറ്റൂ. കാരണം എന്ന് വെച്ചാൽ അന്ന് ഏജൻറ്റിക് AI എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഇല്ലേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ജനറേറ്റീവ് AI മാത്രമേ ഉള്ളൂ. പിന്നീടാണ് ഏജൻറ്റിക് AI വരുന്നത്. ഇന്ന് ഏജൻറ്റിക് AIനെ മാനേജ് ചെയ്യാനായിട്ട് വേറെ ടൂൾസ് വന്നു കഴിഞ്ഞു. അപ്പം നമ്മളെ സംബന്ധിച്ച് എല്ലാം ഓട്ടോമേറ്റഡ് ആയി പോകുന്നൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. തീർച്ചയായിട്ടും ഒരു റിവിഷൻ ബേസ്ഡ് ഓൺ ദി AI ഇമ്പാക്റ്റ് ഇൻവെസ്റ്റേഴ്സിന് തങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ റിവിഷൻ നടത്തേണ്ട ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ടൂളുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മുടെ സോഫ്റ്റ്വെയർ ആസ് സർവീസ് കൊടുത്തിരുന്ന സോഫ്റ്റ്വെയർ കമ്പനികൾ AI എനേബിളേഴ്സായിട്ട് മാറുകയാണെങ്കിൽ ദേ ആർ ഗോയിങ് ടു ഗെറ്റ് മാക്സിമം ബിസിനസ്. അപ്പോൾ അത് കോർപ്പറേറ്റ് പെർഫോമൻസിനെ ബാധിക്കാം. ഇപ്പോൾ റീസെൻ്റായിട്ട് ഗോൾഡ്മാൻ സാക്സിൻ്റെ റിപ്പോർട്ട് വന്നിരുന്നു, അമേരിക്കയിലെ AI പെനട്രേഷൻ 18.9% ആയിട്ടുള്ളൂ കഴിഞ്ഞ വർഷം. ഇത് സൂചിപ്പിക്കുന്ന വളരെ വളരെ സ്മോൾ പേസിലാണ് AI എനേബിൾമെൻറ്റ് അല്ലെങ്കിൽ പെനട്രേഷൻ നടക്കുന്നത്. അമേരിക്ക അല്ലെങ്കിൽ ഡെവലപ്ഡ് രാജ്യങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റുകളൊക്കെ സ്റ്റഡി ചെയ്യേണ്ടി വരും. ആ ഡെവലപ്മെൻറ്റിനനുസരിച്ച് ഏത് സെക്ടറിനെയൊക്കെയാണ് നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നത്, ഏത് സെക്ടറുകൾക്കൊക്കെയാണ് പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നത്, അത്തരത്തിലുള്ള സെക്ടറുകൾ സ്റ്റഡി ചെയ്തുകൊണ്ടുള്ളൊരു ഡിസിഷൻ എടുക്കേണ്ടത് ആവശ്യമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ. തീർച്ചയായിട്ടും എന്നും ഓപ്പർച്യൂണിറ്റിയാണ് ഇത്തരത്തിലുള്ള ഇവൻറ്റുകൾ ഇൻവെസ്റ്റേഴ്സിന് നൽകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞ സാഹചര്യത്തിൽ നമ്മൾ ഇപ്പം ഒരു സീരീസ് ഓഫ് ക്രാഷ് പ്രൂഫ് സ്റ്റോക്കുകൾ സാറ് നമ്മുടെ ക്ലയൻസിന് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. അതിനുപരിയായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇപ്പോൾ ഒരു ക്രാഷ് പ്രൂഫ് അല്ലെങ്കിൽ എല്ലാ തരത്തിലും ഇൻസുലാറായി നിൽക്കുന്ന വലിയ കാര്യമായ അപകടങ്ങളൊന്നും പറ്റാത്ത അങ്ങനത്തെ ഒരു സെറ്റ് ഓഫ് സ്റ്റോക്സ് ഇപ്പം പറയാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും ധാരാളം സ്റ്റോക്കുകൾ ഞാൻ ഇൻവെസ്റ്റേഴ്സിന് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഇൻവെസ്റ്റേഴ്സ് ഒരു ഫ്യൂച്ചർ തിങ്കിങ് ആവശ്യമാണ്. കാരണം നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞോ, ഇൻഡിവിജ്വൽ ആയാലും നമ്മുടെ മക്കളായി കഴിഞ്ഞാലും ഇപ്പോൾ AI യൂസ് ചെയ്യാണ്ട് ഇരിക്കുന്ന ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും എന്താണ് AI എന്ന് സ്റ്റഡി ചെയ്യാനും അതുപോലെ തന്നെ കൂടുതൽ അറിയാനായിട്ട് ആഗ്രഹമുള്ള ജനങ്ങളാണ് ലോകത്തിലുള്ളത്, ഇന്ത്യയിൽ മാത്രമൊന്നുമല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അവസരങ്ങൾ നമ്മൾ AIക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള സെക്ടറുകളെ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. വളരെ സിമ്പിൾ. അല്ലെങ്കിൽ AI വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാത്ത അല്ലെങ്കിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവാതിരിക്കുന്ന സെക്ടേഴ്സ് ഉണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ, മെറ്റൽസ്, ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും AI ഇമ്പാക്റ്റിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് ലഭിക്കുന്ന, അല്ലെങ്കിൽ AI എനേബിൾ ചെയ്യണമെങ്കിൽ ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യലായിട്ട് നിൽക്കുന്ന സെക്ടേഴ്സ് ഉണ്ട്. അതായത് പവർ സെക്ടർ അല്ലെങ്കിൽ പവർ റിലേറ്റഡ് സെക്ടറുകൾ. ഈ സെക്ടറുകളെയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അതിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളെ സംബന്ധിച്ച് ഇന്ത്യയിൽ ഒരു ഗ്രീൻ റവല്യൂഷനാണ് പവർ സെക്ടർ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിൻഡ് പവർ കമ്പനികൾ, സോളാർ കമ്പനികൾ ധാരാളം പവറാണ് ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ഗുജറാത്തിലത്തെ കാവ്ദ എന്ന് പറയുന്ന ആ സെൻറ്റർ മാത്രം ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ ജനറേറ്റിംഗ് സെൻ്ററായിട്ട് മാറുകയാണ്. പക്ഷേ ഗുജറാത്തിൽ നിന്ന് മറ്റ് സ്റ്റേറ്റുകളിലേക്ക് ഇലക്ട്രിസിറ്റി ട്രാൻസ്മിഷൻ ചെയ്യണമെങ്കിൽ വളരെ വലിയ ട്രാൻസ്മിഷൻ ലൈൻസ്, ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ ലൈൻസ് ആവശ്യമാണ്. ഇങ്ങനെ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ ലൈൻസിൽ സാധാരണ രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന AC ഓൾട്ടർനേറ്റീവ് കറണ്ട് അല്ല യൂസ് ചെയ്യേണ്ടത്, ഡയറക്റ്റ് കറണ്ടാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡയറക്റ്റ് കറണ്ട് ട്രാൻസ്മിഷൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കൺവെർട്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ ലോങ് ടൈമിലേക്ക് അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ AC കറണ്ടിനെ DC കറണ്ടായിട്ട് മാറ്റി അത് എൻഡ് ടെർമിനേഷൻ സമയങ്ങളിൽ വീണ്ടും AC കറണ്ടായിട്ട് കൺവെർട്ട് ചെയ്യുന്ന രീതി വേണം. അപ്പോൾ ഇത്തരത്തിലുള്ള സെക്ടറിൽ ഇത്തരത്തിലുള്ള കൺവെർഷൻ എക്യുപ്മെൻറ്റുകൾ ഉണ്ടാക്കുന്ന, പവർ എക്യുപ്മെൻറ്റുകൾ ഉണ്ടാക്കുന്ന കമ്പനികളെയാണ് ഞാൻ മുമ്പ് സജസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ പവർ ട്രാൻസ്മിഷൻ ഇന്ത്യയിൽ തന്നെയല്ല, ചൈന ആയാലും അമേരിക്ക ആയാലും പവർ ട്രാൻസ്മിഷൻ രംഗത്ത് വളരെ ഷോർട്ടേജൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയിലുണ്ട്, അമേരിക്ക
അമേരിക്കയിലുണ്ട്. അപ്പോൾ പവർ ട്രാൻസ്മിഷൻ രംഗത്തുള്ള കമ്പനികളുടെ ഗ്രോത്തിനനുസരിച്ച് ഇത്തരത്തിലുള്ള പവർ എക്യുപ്മെൻറ്റുകളുടെ ഡിമാൻഡ് കൂടുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റോക്കുകൾ സ്റ്റഡി ചെയ്ത് കണ്ടുപിടിച്ചുകൊണ്ട് അത്തരത്തിലുള്ള സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഇൻവെസ്റ്റേഴ്സിന് ഏറ്റവും നല്ലൊരു ഡിസിഷൻ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഞാൻ കാണുന്നത്. പ്രത്യേകിച്ച് എയുടെ ഇമ്പാക്റ്റ്, നമ്മുടെ പവർ സെക്ടറിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഗ്രോത്ത്, ഇതൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ ലോങ് ഡിസ്റ്റൻസിലേക്ക് പവർ ട്രാൻസ്മിഷൻ നടക്കണം. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും DC കറണ്ട് മെത്തേഡിൽ കൂടെ മാത്രമാണ്, ഹെവി ഡ്യൂട്ടി DC കറണ്ട് മെത്തേഡിൽ കൂടിയാണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കൺവെർട്ട് ചെയ്യേണ്ടിയും ടെർമിനേറ്റിംഗ് സ്റ്റേറ്റിൽ AC ആയിട്ട് മാറ്റേണ്ടി വരും. അത്തരത്തിലുള്ള എക്യുപ്മെൻറ്റുകൾ ഉണ്ടാക്കുന്ന കമ്പനികളുണ്ട്. ആ കമ്പനികളിൽ നല്ല കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഒരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് എന്ന നിലയ്ക്ക് അത്തരം കമ്പനികൾ എടുത്തു പറയുന്നതിൽ, പ്രത്യേകിച്ച് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എടുത്തു പറയുന്നതിന് കുഴപ്പമില്ലല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും എടുത്തു പറയാനുണ്ടോ? തീർച്ചയായിട്ടും ധാരാളം കമ്പനികളുണ്ട്. എന്നിരുന്നാലും നമ്മൾ ഈ രംഗത്തുള്ള സ്റ്റോക്കുകളുടെ ലിസ്റ്റൊക്കെ നോക്കുകയാണെങ്കിൽ ലിമിറ്റഡ് ലിസ്റ്റേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ MNC റിലേറ്റഡ് സ്റ്റോക്കുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ലോകത്തിലെ തന്നെ ഇത്തരത്തിലുള്ള എക്യുപ്മെൻറ്റുകൾ ഉണ്ടാക്കുന്ന കമ്പനികളുടെ ലിസ്റ്റിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് സീമെൻസ് എനർജിയാണ്. അപ്പോൾ സീമെൻസിൽ നിന്ന് കഴിഞ്ഞ വർഷം ഡീമർജ് ചെയ്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻട്രി എന്നാണ് അതിൻ്റെ കോഡ് വരുന്നത്. ആ സ്റ്റോക്ക് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്നൊരു സ്റ്റോക്കാണ്. കാരണം അതിൻ്റെ കോമ്പറ്റീറ്ററായി നിൽക്കുന്ന ഹിറ്റാച്ചി എനർജിയുടെ പ്രൈസ് ഏർണിംഗ് റേഷ്യോ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ സീമെൻസ് വളരെ ലോ ലെവലിലാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ട്രേഡ് ചെയ്യുന്നത്. നോട്ട് സീമെൻസ് എനർജി എൻട്രി എന്ന് പറയുന്ന സ്റ്റോക്ക്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലുണ്ട്, ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ഉണ്ട്. അതുപോലെ തന്നെ പവർ ട്രാൻസ്മിഷൻ രംഗത്തുള്ള ധാരാളം സ്റ്റോക്കുകളുണ്ട്. പവർ ഗ്രിഡ് ഉണ്ട്. അതുപോലെ തന്നെ ബേജിൽ ഇൻഡസ്ട്രീസ് ഉണ്ട്. ബേജിൽ പ്രൊജക്ട്സ് ആണ്. അത് ബജാജ് ഇലക്ട്രിക്കിൽ നിന്ന് ഡീമർജ് ചെയ്യുന്ന വന്നിട്ടുള്ള കമ്പനിയാണ്. അതുപോലെ തന്നെ നമ്മൾ SME സെഗ്മെൻറ്റിൽ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള എക്യുപ്മെൻറ്റുകൾ അല്ലെങ്കിൽ ട്രാൻസ്ഫോമറുകളൊക്കെ ഉണ്ടാക്കുന്ന കൺവെർട്ടിംഗ് എക്യുപ്മെൻറ്റുകൾ ഉണ്ടാക്കുന്ന പല കമ്പനികളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കമ്പനികളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് ഇൻവെസ്റ്റേഴ്സിന്. തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സ് ഫണ്ടമെൻ്റൽസ് സ്റ്റഡി ചെയ്യണം. ആ ഫണ്ടമെൻ്റൽസ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽസ് ഉള്ള കമ്പനികൾ അവൈലബിൾ സിറ്റുവേഷനിൽ ഏത് പ്രൈസ് ഏർണിംഗ് റേഷ്യോയിലാണ് ട്രേഡ് ചെയ്യുന്നത്, ഹയർ PE ആണോ ലോവർ PE ആണോ, ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ് എന്താണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള പവർ റിലേറ്റഡ് എക്യുപ്മെൻറ്റുകൾ ഉണ്ടാക്കുന്ന കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലൊരു ഡിസിഷൻ. അതോടൊപ്പം തന്നെ പവർ ട്രാൻസ്മിഷൻ രംഗത്തുള്ള സ്റ്റോക്കുകളുണ്ട്. പ്രത്യേകിച്ച് അഡാനി എനർജി സൊല്യൂഷൻസ്, ഇതൊക്കെ മുമ്പ് നമ്മൾ പല പ്രാവശ്യം ഇൻവെസ്റ്റിന് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴൊക്കെ അറൗണ്ട് 40% മേലെയാണ് ഈ സ്റ്റോക്കൊക്കെ ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ ലോങ് ഡിസ്റ്റൻസ് പവർ ട്രാൻസ്മിഷനിൽ ഇന്ത്യയിലത്തെ ഏറ്റവും നല്ലൊരു കമ്പനിയാണ് അഡാനി എനർജി സൊല്യൂഷൻസ്. ഇത്തരത്തിലുള്ള കമ്പനികളിലൊക്കെ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ മാർക്കറ്റ് താഴെ വരുന്ന അവസരങ്ങളിൽ തങ്ങളുടെ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൺസിഡർ ചെയ്യാവുന്നതാണ്. സാറിൻ്റെ ഫേവറേറ്റ് ആയിട്ട് എപ്പോഴും കാണുന്ന ഒരു സ്റ്റോക്കാണ് വേദാന്ത. അപ്പോൾ വേദാന്തയുടെ ഇത്രയും ആകർഷണമാകാനും അതിൽ ഡീപ്പായിട്ട് സ്റ്റഡി നടത്തിയിട്ടുണ്ട്. പക്ഷേ വേദാന്തയുടെ പല കാര്യങ്ങളും മുൻകാലങ്ങളിൽ നെഗറ്റീവായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും അനിൽ അഗർവാളിൻ്റെ പെഡിഗ്രി, ഒപ്പം തന്നെ മാനേജ്മെൻറ്റ് ഹിസ്റ്ററി മുതലായ കാര്യങ്ങൾ, ധാരാളം കടവും കാണിക്കുന്നുണ്ട്. പക്ഷേ വലിയ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് പെട്ടെന്ന് വേദാന്ത ഒരു സ്പെസിഫിക്കലി ഒരു ഫേവറേറ്റ് ആയിട്ട് മാറാൻ കാരണം? ഞാൻ അദ്ദേഹത്തിൻ്റെ കഴിവിനെ മാത്രമാണ് ഞാൻ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ 1987-88 മുതൽ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ആളാണ്. 1986 അദ്ദേഹം സ്റ്റെർലൈറ്റ് കമ്പനി ഫോം ചെയ്ത് 1995 അദ്ദേഹം മദ്രാസ് അലുമിനിയം കമ്പനി എന്ന് പറഞ്ഞൊരു കമ്പനി ടേക്ക് ഓവർ ചെയ്തു. അതിനുശേഷം ഭാരത് അലുമിനിയം ഇന്ത്യ ഗവൺമെൻറ് PSU കമ്പനീനെ ടേക്ക് ഓവർ ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ സേസ ഗോവേര ടേക്ക് ഓവറിനൊക്കെ ശേഷമുള്ള ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിഷൻ നോക്കുകയാണെങ്കിൽ അദ്ദേഹം മുമ്പ് തന്നെ പല സ്പീച്ചുകളിലും സൂചിപ്പിച്ചിരുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മൈനിങ് കോൺഗ്ലോമറേറ്റ് ആയിട്ട് എൻ്റെ കമ്പനികളെ വളർത്തണം എന്ന തരത്തിലുള്ള പല സ്റ്റേറ്റ്മെൻറ്റുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വളരെ മുമ്പ് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉള്ള ആളെന്ന സ്ഥിതിക്ക് ഇദ്ദേഹത്തിൻ്റെ ഗ്രോത്ത് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ കമ്പനി റിലേറ്റഡ് സ്പീച്ചുകളൊക്കെ ധാരാളം സ്റ്റഡി ചെയ്തിട്ടുള്ള ഒരാളാണ്. അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ റിസ്ക് എടുക്കാന്നുള്ള കഴിവ്, ആ തിങ്കിങ് തന്നെയാണ് എന്നെ ആ സ്റ്റോക്കിലേക്ക് അട്രാക്ട് ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ ഷെയർവെൽത്തിൻ്റെ ക്ലയൻസ് ഏറ്റവും കൂടുതൽ റിട്ടേൺ ഉണ്ടാക്കിയിട്ടുള്ള ഹോൾഡ് ചെയ്യുന്ന ക്ലയൻസ് വേദാന്ത ലിമിറ്റഡിൽ നിന്ന് തന്നെയാണ്. ഡിവിഡൻഡ് ഉണ്ടല്ലോ, എപ്പോഴും ഡിവിഡൻഡ്. അതോടൊപ്പം തന്നെ ഹിന്ദുസ്ഥാൻ സിങ്ക് അദ്ദേഹം 2000 ടേക്ക് ഓവർ ചെയ്യുന്ന പ്രൈസ് നോക്കിയാൽ ഇന്ത്യ ഗവൺമെൻറ് കയ്യിൽ നിന്ന് അദ്ദേഹം ടേക്ക് ഓവർ ചെയ്തത് 40 രൂപ 50 പൈസയ്ക്കാണ് പെർ ഷെയർ. അപ്പോൾ ഇന്ന് അതിൻ്റെ പ്രൈസും മാർക്കറ്റ് വാല്യുവേഷൻ നോക്കുകയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ സിങ്ക് എവിടെയാണ് ട്രേഡ് ചെയ്യുന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിഷൻ, അപ്പോൾ ഇന്ന് ലോകത്തിലെ തന്നെ 3rd ലാർജസ്റ്റ് സിങ്ക് പ്രൊഡ്യൂസറാണ്. ആ സിങ്കിൻ്റെ ബൈ പ്രോഡക്റ്റായിട്ട് സിൽവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സ്റ്റെർലൈറ്റ് ഇപ്പോൾ തൂത്തുക്കുടിയിലത്തെ പ്ലാന്റ് ആണ് പൂട്ടിക്കിടക്കുന്നത്. അതിന് പലവിധ കാരണങ്ങളും പറയുന്നുണ്ട്. ഒപ്പം ഗ്രീൻ കോപ്പറായിട്ട് ഒരുപക്ഷെ വീണ്ടും അത് റീ ഓപ്പൺ ചെയ്യുന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ അദ്ദേഹം
അദ്ദേഹം ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് എടുത്തിട്ടുള്ളൊരു ഡിസിഷൻ, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം എടുത്ത ഡിസിഷൻ, അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ അണ്ടറിലുള്ള കമ്പനികളൊക്കെ സെപ്പറേറ്റ് കമ്പനികളായിട്ട് ലിസ്റ്റ് ചെയ്താൽ മാത്രമാണ് വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അതിനനുസരിച്ച് അദ്ദേഹം ഡീമർജർ ഡിസിഷൻ എടുത്തിരുന്നു. സെബിയുടെ അപ്രൂവലൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഫൈനൽ എക്സ്ചേഞ്ചുകളുടെ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റെക്കോർഡായിട്ട് അനൗൺസ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഇപ്പോഴത്തെ വേദാന്ത ലിമിറ്റഡ് 5 കമ്പനിയായിട്ട് മാറുകയാണ്. അദ്ദേഹത്തിൻ്റെ റീസെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഈ 5 കമ്പനികളിൽ 3 കമ്പനികളുടെ വാല്യുവേഷൻ തന്നെ ഇപ്പോഴത്തെ വേദാന്ത കമ്പനിയുടെ വാല്യുവേഷനൊപ്പം ഉണ്ടാവുമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ 3 കമ്പനികളുടെ വാല്യുവേഷൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വേദാന്ത ട്രേഡ് ചെയ്യുന്ന അറൗണ്ട് 730-740 2100 രൂപ വേണം 3 കമ്പനികളുടെയും കൂടി സ്റ്റോക്ക് പ്രൈസ് വരണമെങ്കിൽ. അദ്ദേഹത്തിൻ്റെ വിഷൻ എന്ന് പറയുന്നത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വിഷനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. കാരണം ഇതുവരെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭാവിയിലും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പ്രാവർത്തികമാക്കുന്നതാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അണ്ടറിലുള്ള വേദാന്ത അലുമിനിയം വലിയ രീതിയിൽ കമ്മീഷൻ ചെയ്ത് കഴിയുമ്പോൾ ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് അലുമിനിയം കമ്പനിയായിട്ട് മാറുകയാണ്. കോപ്പർ സ്മെൽറ്റിങ്ങിലും അദ്ദേഹം വലിയ ഒരു കോൺഗ്ലോമറേറ്റ് ആയിട്ട് മാറുകയാണ്. ഇനി സ്റ്റെർലൈറ്റ് കോപ്പർ ഓപ്പൺ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, റീ ഓപ്പൺ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യനെ സംബന്ധിച്ച് വളരെ വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ വേദാന്ത അഡാനി എൻ്റർപ്രൈസസിനെ പോലെ വേദാന്തിയും ഒരു വെൽത്ത് ക്രിയേറ്റർ തന്നെയാണ്. ഞാൻ ഈ 2 പ്രൊമോട്ടേഴ്സിൻ്റെ സ്റ്റോക്കുകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റേഴ്സിന് മുമ്പും സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ പല കോണുകളിൽ നിന്നും പല നെഗറ്റീവ് റിപ്പോർട്ടുകളൊക്കെ ഇവരെക്കുറിച്ചൊക്കെ വരാറുണ്ട്. അൾട്ടിമേറ്റ്ലി ഈ പ്രൊമോട്ടേഴ്സ് പ്രൊമോട്ട് ചെയ്തിട്ടുള്ള കമ്പനികൾ ഇൻവെസ്റ്റേഴ്സിന് നൽകിയിട്ടുള്ള റിട്ടേൺ എന്ന് പറയുന്നത് അമേസിംഗ് ആണ്. അത് കണ്ടിന്യൂ ചെയ്യും എന്നുള്ള എക്സ്പെക്റ്റേഷൻ തന്നെയാണ് വേദാന്തയുടെ കാര്യത്തിൽ എനിക്കുള്ളത്. ഇപ്പോൾ ഈയിടെ ഷെയർവെൽത്തിൻ്റെ റിസർച്ചിൽ വന്നിരിക്കുന്ന 1-2 സ്റ്റോക്കുകൾ കൂടി, അത് മുൻകാലങ്ങളിലും അതിൻ്റെ ഒരു റിപ്പീറ്റ് ബൈ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും ഓട്ടോമൊബൈൽ സെക്ടറിൽ അതും ആളുകൾക്ക് അറിയാൻ താല്പര്യമുള്ള ഒരു കമ്പനി, പെട്ടെന്ന് കേൾക്കുമ്പോൾ എന്താണെന്ന് മനസ്സിലാകാതിരിക്കുന്ന ഒരു കമ്പനിയാണ് മഹാരാഷ്ട്ര സ്കൂട്ടേഴ്സ്. അപ്പോൾ അതിൻ്റെ ഒരു ചരിത്രവും കൂടി ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. മഹാരാഷ്ട്ര സ്കൂട്ടേഴ്സ് ഹോൾഡിംഗ് കമ്പനിയാണ്. ബജാജ് ഓട്ടോ, അതുപോലെ തന്നെ ബജാജ് ഫിൻസ്, ധാരാളം കമ്പനികളുടെ ഹോൾഡിംഗ് കമ്പനിയാണ്. അതോടൊപ്പം തന്നെ ഈ കമ്പനിയുടെ ശരിക്കുള്ള ട്രൂ വാല്യുവേഷൻ, ഹോൾഡിംഗ് കമ്പനികളുടെ എല്ലാ വാല്യുവേഷനൊക്കെ ആഡ് ചെയ്ത് വരികയാണെങ്കിൽ മിനിമം ഒരു 25,000-30,000 പെർ ഷെയറൊക്കെ പോകണം. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 13,300-14,000 ലെവലിലേക്കാണ്. അപ്പോൾ ആസ് എ പ്യുവർ ഇൻവെസ്റ്റ്മെൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂ, ഫണ്ടമെൻ്റൽ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ ആ സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. ട്രൂ വാല്യൂ റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് എൻ്റെ എക്സ്പെക്റ്റേഷൻ ഓവർ എ പീരീഡ് ഓഫ് 1 to 2 ഇയേഴ്സിനുള്ളിൽ നല്ല റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ്. സാറിന് നേരത്തെ സൂചിപ്പിച്ച ഇപ്പോൾ റീസെൻ്റായിട്ട് വന്നിട്ടുള്ള പല ഡെവലപ്മെൻറ്റുകളും പല സ്റ്റോക്കുകളുണ്ട്, പ്രത്യേകിച്ച് ബജാജ് ഓട്ടോ, അതുപോലെ തന്നെ ഐഷർ മോട്ടേഴ്സ്. ഈ 2 കമ്പനികളെ കുറിച്ച് നമ്മൾ റീസെൻ്റായിട്ട് കൂടുതൽ റെക്കമെൻഡ് ചെയ്തിട്ട് 2 സ്റ്റോക്കുകളാണ്. ബജാജ് ഓട്ടോ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ പ്രൊഡക്റ്റ് വളരെ സിമ്പിളാണ്, ഹൈഡ്രജൻ സ്കൂട്ടറാണ്. ഇത് ഹൈഡ്രജൻ സെല്ലാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് 1 ലിറ്റർ വാട്ടർ മുകളിൽ 280 കിലോമീറ്ററാണ് ഇതിൻ്റെ മൈലേജ് ലഭിക്കാൻ പോകുന്നത്. പ്രൈസ് അവർ അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഹ്യൂജ് ഇമ്പാക്റ്റാണ്. ഇത്തരത്തിലുള്ള ഇമ്പാക്റ്റ് കാണിച്ചിട്ടുള്ള പല ഓട്ടോമൊബൈൽ സ്റ്റോക്കുകളുണ്ട്. ഇപ്പോൾ M&M എടുക്കുക, M&Mൻ്റെ R&Dയുടെ ഇമ്പാക്റ്റ് ഏറ്റവും കൂടുതൽ ലഭിച്ചിട്ടുള്ള M&M സ്റ്റോക്കിനാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഐഷർ മോട്ടറിൻ്റെ കാര്യം എടുക്കുക. ഞാൻ 2000-2001 കാലങ്ങളിലൊക്കെ ഐസർ മോട്ടേഴ്സിൻ്റെ സ്റ്റോക്ക് പ്രൈസ് ഇപ്പോഴത്തെ പ്രൈസായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അമേസിങ് റിട്ടേൺ ആണ് ഇൻവെസ്റ്റേഴ്സിന് ലഭിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും റോയൽ എൻഫീൽഡിനെ ടേക്ക് ഓവർ ചെയ്തതിന് ശേഷം ഏഷ്യർ ലിമിറ്റഡിൻ്റെ സ്റ്റോക്ക് പ്രൈസിലുണ്ടായിട്ടുള്ള വർധനമെന്ന് പറയുന്നത്, അതും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സിദ്ധാർത്ഥ ലാൽ എന്ന് പറയുന്ന ആ പ്രൊമോട്ടറുടെ ഒരു മോട്ടിവേഷനാണ്, അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ്. ഐഷർ മോട്ടറും പുതുതായിട്ട് റോയൽ എൻഫീൽഡ് ഈ ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 154 കിലോമീറ്ററാണ് ഒരു ചാർജിൽ ലഭിക്കാൻ പോകുന്നത്. 2.79 ലക്ഷമാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. ഈ പ്രൊഡക്റ്റും മാർക്കറ്റിൽ വലിയ രീതിയിലുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതാണ് എൻ്റെ എക്സ്പെക്റ്റേഷൻ. അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും റീസെൻ്റായിട്ട് ഐഷർ മോട്ടോഴ്സും അതുപോലെ തന്നെ ബജാജ് ഓട്ടും ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് സജസ്റ്റ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ 2026 ഇനി അങ്ങോട്ട് വരാനിരിക്കുന്ന നമ്മുടെ ഗവൺമെൻറ് പോളിസി മെഷേഴ്സ്, അത് ഏതൊക്കെയാണ് വിപണിക്ക് അനുകൂലവും പ്രതികൂലവുമായിട്ട് വരാനിരിക്കുന്നത്? ഒപ്പം തന്നെ ഇപ്പം ഇലക്ഷൻസ് കഴിഞ്ഞു. ഇപ്പം തമിഴ്നാട്
തമിഴ്നാട് കുറച്ചുകൂടി വലിയ സ്റ്റേറ്റാണ് കേരളത്തെ അപേക്ഷിച്ച്, പിന്നെ ആസാം. അപ്പം ഇതിൻ്റെ വലിയൊരു വ്യാപകമായ പ്രചാരണം ഒരു സാധാരണക്കാരുടെ പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇത്. പിന്നെ ഇലക്ഷൻ തീർന്ന് റിസൾട്ട് വരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ പെട്രോളിയം പ്രൈസുകൾ പ്രത്യേകിച്ചും ക്രൂഡ് ഓയിലുമായി കണക്റ്റഡ് ആണ് നമ്മുടെ എല്ലാം ജീവിതം. അപ്പോൾ അതിങ്ങനെ കൂട്ടും എന്നുള്ള തരത്തിലുള്ള, അപ്പോൾ അത്തരത്തിലുള്ള പോളിസി ഡിസിഷൻസും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? തീർച്ചയായിട്ടും നമ്മളെല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഗവൺമെൻറ് ഒരുപക്ഷെ പെട്രോൾ ഡീസൽ പ്രൈസസ് ഇലക്ഷൻ ലാസ്റ്റ് ഡേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻക്രീസ് ചെയ്തേക്കുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മളെല്ലാം എല്ലാവരും ഒരു റിയാലിറ്റി നമ്മൾ മനസ്സിൽ വെക്കേണ്ടത്, ഗവൺമെൻറ് ഇൻകം ടാക്സ് റിബേറ്റും അതുപോലെ തന്നെ റേറ്റൊക്കെ കഴിഞ്ഞ ബഡ്ജറ്റിൽ അതിന് മുന്നത്തെ ബഡ്ജറ്റിൽ നല്ല രീതിയിൽ കുറച്ചിട്ടുള്ളതാണ്. ഫർദർ റിഡക്ഷൻ ഒന്നും തന്നെ ഞാൻ വലിയ രീതിയിൽ ഇൻകം ടാക്സ് പോയിന്റ് ഓഫ് വ്യൂ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഇനി കസ്റ്റംസ് ഡ്യൂട്ടി റിലേറ്റഡ് എന്തെങ്കിലും റിഡക്ഷനാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ GSTയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ GST ഒരു പക്ഷേ റേഷണലൈസേഷൻ വന്നേക്കാം, വലിയ രീതിയിലുള്ള റേറ്റ് ഒന്നും കുറയാനായിട്ട് പോകുന്നില്ല എന്ന് തന്നെ ഉള്ളൊരു എക്സ്പെക്റ്റേഷൻ തന്നെയാണ് എനിക്കുള്ളത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ടാക്സേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മളെ സംബന്ധിച്ച് ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് കാര്യമായിട്ടൊന്നും തന്നെ എക്സ്പെക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഓൾമോസ്റ്റ് എല്ലാം ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതുവരെ. പക്ഷേ കോർപ്പറേറ്റ് സംബന്ധിച്ച് പ്രത്യേകിച്ച് MSME സെഗ്മെൻറ്റ് സംബന്ധിച്ച് ഗവൺമെൻറ് ഒരുപക്ഷെ വലിയ രീതിയിലുള്ള അനൗൺസ്മെൻറ്റുകളൊക്കെ നടത്തിയേക്കാം. അതിനനുസരിച്ചുള്ള ഇമ്പാക്റ്റ് അതാത് സ്റ്റോക്കുകളിലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. മറിച്ച് മറ്റ് പല പോളിസി മെഷേഴ്സ് തീർച്ചയായിട്ടും ഗവൺമെൻറ് ഇപ്പോൾ എല്ലാവരും ഗവൺമെൻറ്റിനെതിരെ അല്ലെങ്കിൽ മുമ്പെടുത്ത ഡിസിഷനെതിരെയൊക്കെ പറയുന്നത് നമ്മുടെ LPG രംഗത്തുള്ള ഡീറെഗുലേഷൻ കൊണ്ടുവന്നാണ് LPG ക്ഷാമത്തിന് കാരണം എന്നൊക്കെയാണ് പല കോണുകളിൽ നിന്നുള്ള വിമർശനം. ഗവൺമെൻറ് അത്തരത്തിൽ ഉള്ള വിമർശനങ്ങൾ കണ്ടിട്ട് ഇത്തരത്തിലുള്ള ഷോർട്ടേജ് വന്ന സമയത്ത് തന്നെ ഓവർടേക്ക് ചെയ്യുക അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ഓവർകം ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഡിസിഷൻ മാറ്റുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. അത് തീർച്ചയായിട്ടും ഗവൺമെൻറ് ഭാഗത്തിരിക്കുന്ന കാര്യങ്ങളാണ്. എന്നിരുന്നാലും ഓവറോൾ ഗവൺമെൻറ് ഇൻഡിവിജ്വൽസിനും അതുപോലെ തന്നെ കോർപ്പറേറ്റ്സിനും ഫേവറബിൾ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. പ്രത്യേകിച്ച് മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള പ്രോഗ്രാമുകൾ അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് പോലുള്ള പ്രോഗ്രാമുകളൊക്കെ ഗവൺമെൻറ് കണ്ടിന്യൂ ചെയ്യുന്നുള്ള എക്സ്പെക്റ്റേഷനാണുള്ളത്. അതേസമയം ടാക്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻഡിവിജ്വൽസും അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഒന്നും തന്നെ വലിയൊരു റിഡക്ഷനൊന്നും ഭാവിയിൽ എക്സ്പെക്റ്റ് ചെയ്യേണ്ട എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനാണ് എനിക്കുള്ളത്. ഞാനൊരു ക്വിക്ക് ഫയർ ആയിട്ടൊരു ചോദ്യം, അതായത് കമ്മോഡിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോൾ വിട്ടുപോയ ചില പോയിന്റ്സ്, അതായത് കമ്മോഡിറ്റി എസ്പെഷ്യലി ഗോൾഡ്, സിൽവർ, അങ്ങനെ ഒരു നിര, ഇപ്പം അലുമിനിയം, മറ്റു കാര്യങ്ങളിലേക്ക് ഇപ്പം ഗോൾഡും സിൽവറും മാത്രമേ നമുക്ക് ഇന്ത്യയിൽ നമുക്ക് വാങ്ങാൻ കഴിയുള്ളൂ ETF രൂപത്തിൽ. മറ്റ് മെറ്റൽസും ഇതുപോലെ തന്നെ അധികം താമസിയാതെ ഇന്ത്യയിൽ അവതരിപ്പിക്കപ്പെടുമോ? ഒന്ന്. രണ്ടാമത്തെ ചോദ്യം, ഒരു സാധാരണ ആളുടെ ഇതിൽ ഇപ്പം നമ്മളെ സംബന്ധിച്ചറിയാം, ഷെയർവെൽത്തിൽ ധാരാളം പേര് ഡെയിലി SIP റൂട്ട് എടുത്ത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുന്ന റൂട്ടിലൂടെ ഡെയിലി 100 രൂപയ്ക്കും 500 രൂപയ്ക്കും 1000 രൂപയ്ക്കും ഒക്കെ സ്വർണം വാങ്ങുന്ന ETF രൂപത്തിൽ വാങ്ങുന്ന ധാരാളം പേരുണ്ട്. അപ്പം ഇവരെയും കൂടി റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടുള്ള ചോദ്യമാണ്, സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും വില ഇനി എങ്ങോട്ടാണ്? ഒപ്പം മറ്റ് മെറ്റലുകൾ ഇന്ത്യയിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ ബെനിഫാക്ടേഴ്സ്, അതിൻ്റെ ഗുണഭോക്താക്കൾ നമുക്ക് അതിൻ്റെ ഒരു ഗുണം നമുക്ക് ലഭിക്കില്ലേ? സനൽ ചോദിച്ച ക്വസ്റ്റ്യൻ വളരെ വാലിഡാണ്. കാരണം ഇന്ത്യയിൽ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ റിട്ടേൺ ഉണ്ടാക്കിയിട്ടുള്ള കമ്മോഡിറ്റികൾ എന്ന് പറയുന്നത് സിൽവറും ഗോൾഡാണ്. അതുപോലെ തന്നെ കോപ്പറും ഒരു പരിധിവരെ റിട്ടേൺ ഉണ്ടാക്കിയിട്ടുണ്ട്. അലുമിനിയത്തിൻ്റെ കാര്യത്തിൽ അതിനകത്ത് റിട്ടേൺസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്റ്റ് എന്ന് പറയുന്നത്, ഇന്ത്യയിൽ 1 മില്ലിഗ്രാം വെച്ച് ഗോൾഡ് വാങ്ങാനായിട്ട് സാധിക്കും. ലോകത്തിലൊരു രാജ്യത്തും 1 മില്ലിഗ്രാം ഗോൾഡ് വാങ്ങാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ ടാറ്റ ഗോൾഡ് വാങ്ങിക്കഴിഞ്ഞാൽ 1 മില്ലിഗ്രാമിൽ ഗോൾഡ് വാങ്ങാം. അതുപോലെ തന്നെ 10 മില്ലിഗ്രാമിൽ നമുക്ക് ഗോൾഡ് വാങ്ങാം. ഇത് ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ETF കൂടെയാണ് വാങ്ങാൻ സാധിക്കുക. എത്ര പബ്ലിക്കിന് ഇത് അവെയർ ആയിരിക്കുന്നു എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. പക്ഷേ അല്ലെങ്കിൽ ഷെയർവെൽത്തിൽ നിന്ന് എന്നും ഇൻവെസ്റ്റേഴ്സിന് ലഭിച്ചിരുന്ന സജഷൻസ് ആണ് SIP കൂടെ ഗോൾഡ് ETF കൂടി വാങ്ങണം എന്നുള്ള കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ജനങ്ങൾ നല്ല രീതിയിലുള്ള റിട്ടേൺ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഗവൺമെൻറ് 2014 അധികാരമേറ്റ ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ് 2014 അധികാരം ഏറ്റെടുത്തതിന് ശേഷം ഒരു സ്കീമൊക്കെ അനൗൺസ് ചെയ്തിരുന്നു, സോവറിൻ ഗോൾഡ് സ്കീം. അപ്പോൾ ഈ സോവറിൻ ഗോൾഡ് ബോണ്ടിലും ഇൻവെസ്റ്റേഴ്സ് നല്ല റിട്ടേണൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഗവൺമെൻറ് വിഡ്രോ ചെയ്തു. കാരണം ഗവൺമെൻറ്റിൻ്റെ ഒരു ബാധ്യതയായിട്ട് മാറി. കാരണം ഗോൾഡ് പ്രൈസ് അത്തരത്തിലാണ് മുന്നേറിയത്. അപ്പോൾ ഗോൾഡ് ETF ഇന്ത്യയിൽ അവൈലബിൾ ആണ്, സിൽവർ ETF ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ഇനി നമ്മളൊരു പക്ഷേ നമ്മുടെ ഫണ്ടുകൾ കോപ്പർ ETF
അനൗൺസ് ചെയ്തേക്കാം. അത്തരത്തിൽ റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഗോൾഡിൽ വീണ്ടും അവസരം തന്നെയാണ്. ട്രഡീഷണലായിട്ട് ഗോൾഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഡിവിഡൻ്റ് ഒന്നും തരുന്നൊരു കമ്മോഡിറ്റി ഒന്നുമല്ല, പക്ഷേ ഒരു സ്റ്റോർ വാല്യൂ ഉണ്ട്, ക്യാപിറ്റൽ അപ്രീസിയേഷൻ കിട്ടുകയാണ്. തീർച്ചയായിട്ടും ഇനിയും കണ്ടിന്യൂ ചെയ്യുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ തന്നെയാണ് എനിക്കുള്ളത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ബിലോ ഗ്രൗണ്ട്, അതായത് ഇനി പ്രൂവൺ റിസർവ് ആയിട്ടുള്ളത് 51,000 ടണ്ണ് മാത്രമേ ഉള്ളൂ. പ്രൂവൺ റിസർവ് ഒരുപക്ഷെ അമേരിക്കൻ ജിയോളജിക്കൽ സർവേ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കണക്ക് പ്രകാരം 61,000 ടൺ ഉണ്ട്. ഓക്കെ, ഈ 61,000 ടൺസും നമ്മൾ മൈൻ ചെയ്തെടുക്കുകയാണെങ്കിൽ 3,672 ടൺസാണ് ഒരു വർഷം മൈൻ ചെയ്തെടുക്കുന്നത്. ഇത് 2039-2040 കൂടിയിട്ട് പ്രൂവൺ റിസർവ് മുഴുവൻ മൈൻ ചെയ്തെടുത്ത് കഴിയും. ആ കാലഘട്ടത്തിലാണ് ഒരുപക്ഷെ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്, ഒരു ബിഹേവിയറൽ ബയാസസ് ഒക്കെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ, ജനങ്ങളുടെ ഇടയിലൊക്കെ വരാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ ഗോൾഡ് പ്രൈസ് എവിടേക്കാണ് സൂം ചെയ്യുക എന്നുള്ള കാര്യം കാത്തിരുന്ന് കാണണം. അതോടൊപ്പം തന്നെ സെൻട്രൽ ബാങ്കുകളുടെ ബൈങ് നോക്കുകയാണെങ്കിൽ ഡോളറൈസേഷൻ ഉണ്ട്. ഇപ്പോൾ അമേരിക്ക റഷ്യക്കെതിരായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഉപരോധം, അതുപോലെ തന്നെ ഇറാനെതിരെ കൊണ്ടുവന്നിരുന്ന ഉപരോധങ്ങൾ, മറ്റു പല രാജ്യങ്ങൾക്ക് നേരെ കൊണ്ടുവന്നിട്ടുള്ള ഉപരോധങ്ങളൊക്കെ ജനങ്ങളെ അല്ലെങ്കിൽ രാജ്യങ്ങളൊക്കെ മാറ്റി ചിന്തിച്ചിട്ടുണ്ട്. കാരണം ഡോളർ സേഫ് ഹെവനായിട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, മറിച്ച് ഗോൾഡ് ആയിരിക്കും സേഫ് ഹെവൻ അസറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ചേഞ്ചസ് ഗോൾഡ് പ്രൈസിൽ കഴിഞ്ഞ 1-2 വർഷമൊക്കെ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഗ്ലോബൽ സെൻട്രൽ ബാങ്കുകൾ വലിയ രീതിയിൽ ബൈ ചെയ്യുകയാണെങ്കിൽ ഫെബ്രുവരി മാസത്തിലും ഒരു ബയേഴ്സാണ്, നമ്മൾ പ്രതീക്ഷിച്ചേക്കാളും കൂടുതൽ ബൈ ചെയ്തിട്ടുണ്ട്. മാർച്ച് മാസത്തിൽ ഫിഗർ വരാനിരിക്കുന്നുള്ളൂ. ഇനീഷ്യൽ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്ന ടർക്കി സെൻട്രൽ ബാങ്ക് ഒഴികെ മറ്റെല്ലാ ബാങ്കുകളും ബൈ ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകളാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ സെൻട്രൽ ബാങ്കുകൾ ബൈ ചെയ്യുക. അതുപോലെ തന്നെ മാർച്ചിലത്തെ ആദ്യത്തെ 4 ആഴ്ചയും ഗോൾഡ് ETF സെല്ലേഴ്സ് ആയിരുന്നു. പക്ഷേ ഏപ്രിൽ 3 അവസാനിച്ചിട്ടുള്ള 5-ാമത്തെ ആഴ്ചയിൽ വീണ്ടും ഗോൾഡ് ETF 21 ടൺസ് ഗോൾഡ് വാങ്ങിയിരിക്കുകയാണ് ഗ്ലോബലി. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ബൈങ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് നല്ല രീതിയിൽ മുന്നേറി പോവും, ഇതിൽ തർക്കമൊന്നുമില്ല. അതോടൊപ്പം തന്നെ സിൽവറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പല സയൻറ്റിഫിക് യൂസസിനും സിൽവർ യൂസ് ചെയ്യുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ യൂസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ചുള്ള ഡിമാൻഡ് കഴിഞ്ഞ 2-3 വർഷമായിട്ടുണ്ട്. സപ്ലൈ കുറവാണ്. അതിനനുസരിച്ചുള്ള മൂവ്മെൻറ്റ് സിൽവറിലും ഇനി ഉണ്ടായേക്കാം. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിൽ വെക്കേണ്ടത്, സിൽവർ വളരെ വളരെ വൊളാട്ടിലിറ്റി കാണിക്കാൻ സാധ്യതയുള്ളൊരു കമ്മോഡിറ്റിയാണ്. അതേസമയം ഗോൾഡിൽ വൊളാട്ടിലിറ്റി, ഇപ്പോൾ നമ്മൾ ഈ മിഡിൽ ഈസ്റ്റ് ക്രൈസിസ് ആരംഭിച്ചതിന് ശേഷം വലിയ രീതിയിലുള്ള ഫാളൊക്കെ ഗോൾഡ് പ്രൈസിൽ കണ്ടിരുന്നു. അറൗണ്ട് 15% ഒക്കെ താഴെ വന്നിരുന്നു പീക്കിൽ നിന്ന്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മറ്റെല്ലാ കമ്മോഡിറ്റികളും അസറ്റുകളും താഴെ വരുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് പ്രൈസിൽ ട്രേഡ് ചെയ്തിരുന്നു ഗോൾഡ് മാത്രമായിരുന്നു. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു ഭീതിജനകമായുള്ള അന്തരീക്ഷത്തിൽ ജനങ്ങളായാലും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫണ്ട് മാനേജേഴ്സും ഹ്യൂമൻ ബീയിങ്സ് തന്നെയാണ്. എല്ലാവരുടെ ഡിസിഷൻസും അന്ന് ഗോൾഡ് എക്സെപ്റ്റ് ചെയ്യാൻ തന്നെയായിരുന്നു. അതിനനുസരിച്ച് ഒരു സെൽ ഓഫ് ഒക്കെ ഗോൾഡിൽ കണ്ടിരുന്നു. കാരണം $5,600 പെർ ഔൺസ് $4,098 പെർ ഔൺസ് വരെയൊക്കെ ഗോൾഡ് പ്രൈസ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ താഴെ വന്നിരുന്നു. അതിനുശേഷം ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന അറൗണ്ട് $4,780 പെർ ഔൺസിനൊക്കെയാണ്. തീർച്ചയായിട്ടും ഗോൾഡിനെ സംബന്ധിച്ച് സെൻട്രൽ ബാങ്ക് ബൈയിങ്, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളുടെ ബൈയിങ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ സിൽവറിൻ്റെ കാര്യത്തിലും അത്തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റ് തന്നെയാണ് നമ്മളെല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗോൾഡും സിൽവറിലും നമ്മളിപ്പോൾ ലംസമായിട്ട് ഈ സാഹചര്യത്തിൽ നിക്ഷേപിക്കുന്ന അനുയോജ്യമാണോ അതോ SIP റൂട്ട് എടുക്കുന്നതാണോ നല്ലത്? ഡിപ്പെൻസ് ഓൺ ദി ടേസ്റ്റ് ഓഫ് ദി ഇൻവെസ്റ്ററാണ് ഞാനതിൽ. അതായത് ഒരു ഇൻവെസ്റ്റർ വലിയ ഫാളിൽ വാങ്ങാനായിട്ട് ധൈര്യം കാണിക്കുന്ന ഇൻവെസ്റ്റർ ആണെങ്കിൽ ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി ഫാളിൽ വാങ്ങുന്നത് തന്നെയാണ്. പക്ഷേ എത്രത്തോളം ഇൻവെസ്റ്റേഴ്സ് അത്തരത്തിൽ മാർക്കറ്റ് ക്രാഷ് ചെയ്യുമ്പോൾ വാങ്ങുന്നു എന്നുള്ള കാര്യം നമുക്ക് സ്റ്റഡി ചെയ്ത് നോക്കി കഴിഞ്ഞാൽ വളരെ കുറവ് ഇൻവെസ്റ്റേഴ്സേ ഉള്ളൂ. പക്ഷേ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് SIP മെത്തേഡിൽ കൂടെ ഘട്ടം ഘട്ടമായിട്ട് വാങ്ങാനായിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു ക്രാഷിൽ രണ്ടും കൽപ്പിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സിന്, അല്ലെങ്കിൽ അത്തരത്തിൽ ധൈര്യം കാണിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് എപ്പോഴും ക്രാഷ് തന്നെയാണ് ഏറ്റവും ബിഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് വരുന്നത്. ഓഫ് കോഴ്സ് നമ്മൾ 2, 3, 4 വർഷമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് ഫാൾ ചെയ്യുക, കമ്മോഡിറ്റികൾ ഫാൾ ചെയ്യുകയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സിറ്റുവേഷൻ വളരെ റെയറാണ്. നോർമലി നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെയാണെങ്കിൽ പോലും ഇപ്പോഴത്തെ ബെയറിഷ് ഫേസ് ഒരു പക്ഷേ ഏറ്റവും പ്രൊലോങ്ഡ് ഫേസാണ് ഇന്ത്യനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. അപ്പോൾ തീർച്ചയായിട്ടും കമ്മോഡിറ്റിയിൽ അത്തരത്തിലുള്ള സൈക്കിൾ തന്നെയാണ്. പ്രത്യേകിച്ച് പ്രൂവൺ റിസർവറൊക്കെ വലിയ രീതിയിൽ താഴെ വന്നുകൊണ്ടിരിക്കുന്നതോ ഡിപ്ലീറ്റഡ് ആവുകയാണെങ്കിൽ, സ്റ്റോക്ക് ഡിപ്ലീറ്റഡ് ആവുകയാണെങ്കിൽ ഗോൾഡിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും അറ്റ് എവറി ഫാൾ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റികൾ ഇൻവെസ്റ്റേഴ്സിന് യൂസ് ചെയ്യാം. ഒപ്പം അലുമിനിയത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ റീസെൻ്റായിട്ട് അലുമിനിയാണ്, കഴിഞ്ഞ ആഴ്ചയിലത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ അലുമിനിയാണ് മുന്നേറിയിരിക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ട മേജർ റീസൺ എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് ക്രൈസിസ് ആണ്. കാരണം ബഹ്റിനിലും UAE-യിലുള്ള അലുമിനിയം കമ്പനികളാണ് 20%
% ഡിമാൻഡ് മീറ്റ് ചെയ്യുന്നു ഗ്ലോബലി നോക്കുകയാണെങ്കിൽ. അമേരിക്കയിൽ നോക്കുകയാണെങ്കിൽ UAE-യിലുള്ള ഒരു കമ്പനി മാത്രമേ അറൗണ്ട് 9% ഡിമാൻഡ് മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത്തരത്തിലുള്ള ഡെഫിസിറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്ന സമയങ്ങളിൽ ഇത്തരത്തിലുള്ള കമ്മോഡിറ്റിക്ക് മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. ഇന്ത്യനെ സംബന്ധിച്ച് ഈ കമ്മോഡിറ്റികൾക്കൊപ്പം തന്നെ ഈ കമ്മോഡിറ്റികളിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടുന്ന ഹോൾഡിംഗ് കമ്പനികളുണ്ട്, അല്ലെങ്കിൽ കമ്പനികളുണ്ട്. ഇപ്പോൾ ഹിൻഡാൽക്കോ ഉണ്ട്, അതുപോലെ തന്നെ വേദാന്ത ലിമിറ്റഡ് ഉണ്ട്, നാഷണൽ അലുമിനിയം ഒക്കെയുണ്ട്, ഹിന്ദുസ്ഥാൻ കോപ്പർ ഒക്കെയുണ്ട്. ഇത്തരത്തിലുള്ള കമ്പനികളുടെ സ്റ്റോക്കുകളിലും ഈ കമ്മോഡിറ്റികളുടെ പോലെ തന്നെ അപ്രീസിയേഷൻ ലഭിക്കാൻ സാധ്യതയൊക്കെയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അലുമിനിയം അതുപോലെ തന്നെ കോപ്പർ ഇതൊന്നും ഒഴിച്ചു കൂടാൻ പറ്റാത്ത കമ്മോഡിറ്റികളാണ്, പ്രത്യേകിച്ച് പവർ സെക്ടറിൽ. പക്ഷേ പ്യുവർലി ഇപ്പോൾ അലുമിനിയം, സിങ്ക് അല്ലെങ്കിൽ അമേരിക്കയിലൊക്കെ ഉള്ളതുപോലെ യുറേനിയം അങ്ങനത്തെ സാധനം പ്യുവർലി അത് വാങ്ങാനുള്ള ETF-കൾ ഇപ്പോഴും അത് പരിഗണിക്കുന്നുണ്ടോ സർക്കാർ, അതോ അതിനിയും വൈകുമോ? അല്ല, റീസെൻ്റായിട്ട് റിപ്പോർട്ട് സൂചിപ്പിക്കുന്ന ഒരു പക്ഷേ കോപ്പർ ETF വന്നേക്കാന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. യുറേനിയത്തിനെ സംബന്ധിച്ച് ഇന്ത്യക്കാരെ സംബന്ധിച്ച് വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് വരുന്നത്. കാരണം നമ്മുടെ ഗവൺമെൻറ് 2047 ആകുമ്പോഴേക്കും 100 ഗിഗാവാട്ടാണ് ന്യൂക്ലിയർ പവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 8.8 ഗിഗാവാട്ടേ ഉള്ളൂ. റീസെൻ്റായിട്ട് നമ്മുടെ കൽപ്പാക്തർ റിയാക്ടർ ന്യൂക്ലിയർ ക്രിട്ടിക്കാലിറ്റി അറ്റൈൻ ചെയ്തിരിക്കുകയാണ്. ന്യൂക്ലിയർ ക്രിട്ടിക്കാലിറ്റി അറ്റൈൻ ചെയ്യുക എന്ന് പറയുന്നത് വൺ ടൈം ഫ്യൂവൽ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫ്യൂവലിൻ്റെ ബൈ പ്രോഡക്റ്റുകളിൽ നിന്നാണ് വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് എനർജി ഉൽപ്പാദിപ്പിക്കുകയാണ്. ലോകത്തിൽ തന്നെ സെക്കൻഡ് കൺട്രിയാണ് ഇന്ത്യ. നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഈ ക്രൈസിസിൻ്റെ ഇടയിൽ പലരും മറന്നുപോയിട്ടുള്ളൊരു കാര്യം കൂടി തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ യുറേനിയം ഫ്യൂച്ചേഴ്സൊക്കെ ഇവിടെ ബൈ ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ യുറേനിയം ETF ബൈ ചെയ്യാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. അല്ല, അത് ഇന്ത്യയിൽ വാങ്ങാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ നമ്മൾ ഗ്ലോബൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഈസിയാണ്. അതിനുള്ള അവസരം നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീമിൽ. അല്ല, അതിപ്പം സാറ് പറയുന്നത് ETF-ലൂടെ വരാൻ ഒരു പക്ഷേ അവർ പേപ്പറെല്ലാം പഠിച്ചതിന് ശേഷമായിരിക്കും വരുന്നത്. പക്ഷേ അത് MCX-ലൂടെ കമ്മോഡിറ്റൈസ് ചെയ്ത് ഫ്യൂച്ചേഴ്സ് പോലെ അവതരിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ്. യുറേനിയത്തിൻ്റെ കാര്യത്തിൽ എനിക്കത് പറയാനായിട്ട് സാധിക്കില്ല. മറിച്ച് ഓൾറെഡി കോപ്പറും അലുമിനിയം ഒക്കെ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റുകളുണ്ട്. യുറേനിയത്തിൻ്റെ കാര്യത്തിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഇപ്പോഴുള്ള ഏക മാർഗം ഓവർസീസ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീമിലൂടെ $2.5 ലക്ഷം പെർ ആനം ഒരു റെസിഡൻറ്റ് ഇൻഡിവിജ്വലിന് ഓവർസീസ് സ്റ്റോക്കുകളിലും ETF-കളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ധാരാളം പ്രൊഡക്റ്റുകൾ ഇൻ്റർനാഷണലി അവൈലബിൾ ആണ്. അല്ലാതെ ഇപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് യുറേനിയത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സ്റ്റോക്കുകളും ഇല്ല, അതുപോലെ തന്നെ ETF-കളും ഫണ്ടുകളും അവൈലബിൾ അല്ല. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും നമ്മുടെയൊക്കെ ഒരു പുതിയ അല്ലെങ്കിൽ ജൻസി എന്നൊക്കെ പറയുന്ന ഒരു വലിയ താല്പര്യമെടുത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖല ക്രിപ്റ്റോ മേഖലയാണ്, ക്രിപ്റ്റോ കറൻസി മേഖലയാണ്. അപ്പം RBI ഗവർണറായിരുന്ന ശക്തികാന്ത ദാസ് ഉണ്ടായിരുന്ന ആ കാലയളവിൽ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകളിലെല്ലാം അദ്ദേഹം അതിനെ നഖശിഖാന്തം എതിർക്കുകയാണ് ഉണ്ടായത്. ഇതിവിടെ റെഗുലേറ്റഡ് അല്ല എന്നൊരു നയമാണ് എടുത്തിരിക്കുന്നത്. അതിപ്പോൾ നയം മാറിയോ എന്ന് ചോദിച്ചാൽ മാറിയിട്ടില്ല. പക്ഷേ ഈ ക്രിപ്റ്റോയുടെ സാധ്യതകൾ മുൻപ് സാറ് തന്നെ പല പോഡ്കാസ്റ്റുകളിലും എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഈ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഒക്കെ വരുന്നതോടുകൂടി ക്രമേണ ഗ്രാജുവലി ഇതൊരു മറവിയിലേക്ക് ആഴ്ന്നു പോകാനുള്ള സാധ്യത ഉണ്ട് എന്ന തരത്തിൽ പറയുകയുണ്ടായി. അതിൻ്റെ ഇപ്പോൾ ക്രിപ്റ്റോയെക്കുറിച്ച് ഇപ്പോൾ ഉള്ള ഓഫ് ലൈറ്റ് എന്താണ് ക്രിപ്റ്റോയുടെ സാധ്യതകളും അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങളും ഇന്ത്യയിൽ ഇരിക്കുന്ന ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച്? ഇന്ത്യയിലെ ക്രിപ്റ്റോ കറൻസിനെ അല്ലെങ്കിൽ ക്രിപ്റ്റോഗ്രഫി റിലേറ്റഡ് പ്രൊഡക്റ്റുകൾ എന്ന് തന്നെ ഗവൺമെൻറ് ഒഫീഷ്യലി ഇതുവരെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല. അത്തരത്തിലുള്ളൊരു നിയമനിർമ്മാണം അടുത്തൊക്കെ വരുമോ എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ ടാക്സേഷൻ രംഗത്ത് ഗവൺമെൻറ് അതിനനുസരിച്ചുള്ള ചേഞ്ചസൊക്കെ വരുത്തിയിട്ടുണ്ട്. ക്രിപ്റ്റോഗ്രഫി ഫേസ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ക്വാണ്ടം കമ്പ്യൂട്ടർ തന്നെയാണ്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് തന്നെയാണ്. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നൊരു അവസരം വരികയാണെങ്കിൽ ക്രിപ്റ്റോഗ്രഫിയുടെ അല്ലെങ്കിൽ ഈ ബിറ്റ്കോയിൻ പോലുള്ള കോയിൻസിൻ്റെ ഒക്കെ എൻക്രിപ്ഷൻ ബ്രേക്ക് ആവുമെന്നാണ് പറയുന്നത്. അങ്ങനെ ബ്രേക്കായി കഴിഞ്ഞാൽ ക്രിപ്റ്റോഗ്രഫി റിലേറ്റഡ് എല്ലാ പ്രൊഡക്റ്റുകളൊക്കെ ബാധിച്ചേക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് $1,24,000 പെർ കോയിനൊക്കെ പോയിരുന്നു, ബിറ്റ് കോയിനൊക്കെ പോയിരുന്നു പ്രൈസ്. ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിലൊരു മൈനർ വേർഷൻ ലോഞ്ച് ചെയ്തിരുന്നു. ഹണിവെൽ ഇൻ്റർനാഷണൽ കോണ്ടിനം എന്ന് പറയുന്നൊരു സബ്സിഡിയറിയാണ് ഈ കമ്പ്യൂട്ടർ ലോഞ്ച് ചെയ്തത്. ആ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ നവംബറിലാണെന്ന് തോന്നുന്നു. നവംബറിൽ ലോഞ്ച് ചെയ്തതിന് ശേഷം ഇത്തരത്തിൽ റിപ്പോർട്ടുകളുടെ ഒരു ഇമ്പാക്റ്റിലാണ് ബിറ്റ് കോയിൻ്റെ പ്രൈസ് ഇപ്പോൾ നമുക്കറിയാം അറൗണ്ട് $71,000 പെർ ബിറ്റ് കോയിനാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഇമ്പാക്റ്റൊക്കെ വന്നേക്കാം. ഭാവിയിൽ ബിറ്റ് കോയിൻ്റെ ക്രിപ്റ്റോഗ്രഫി ബ്രേക്ക് ആവുന്ന രീതിയിലൊരു ക്വാണ്ടം കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് സിസ്റ്റം വരികയാണെങ്കിൽ ബിറ്റ് കോയിനെ മാത്രമല്ല മറ്റെല്ലാ ക്രിപ്റ്റോഗ്രഫി റിലേറ്റഡ് എല്ലാ പ്രൊഡക്റ്റിനെയും ബാധിക്കുന്ന കേസാണ്. ഇപ്പോൾ തന്നെ ഗവൺമെൻറ്റുകൾ പലതരത്തിലുള്ള ആരോപണങ്ങൾ, ഫഞ്ചിബിൾ ടോക്കൺസ് ഉണ്ട്, ഡിജിറ്റൽ ടോക്കൺസിനെ കുറിച്ച് പല ഗവൺമെൻറ്റുകളും പറയുന്നുണ്ട്. ബ്ലാക്ക് മണി സോഴ്സ് ആയിട്ട് ഇത്തരത്തിലുള്ള ടോക്കൺസ് യൂസ് ചെയ്യുന്നു എന്നൊക്കെ റിപ്പോർട്ടുകൾ വന്നു തുടങ്ങിയിട്ട്. അപ്പോൾ ഗവൺമെൻറ്റുകളുടെ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് ക്രിപ്റ്റോഗ്രഫി
റിലേറ്റഡ് പ്രൊഡക്റ്റിൽ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിരുന്നാലും കോണ്ടന്റ് കമ്പ്യൂട്ടിങ് തീർച്ചയായിട്ടും ക്രിപ്റ്റോഗ്രഫിക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ അതിലൊക്കെ നിക്ഷേപിക്കുന്നവർ ഇക്കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വേണം, ശ്രദ്ധിച്ച് വേണം അത് ചെയ്യാനെന്ന് ചുരുക്കം. മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പോർട്സ് ഇക്കോണമിയിലേക്കൊക്കെ ഒരു കാലത്തും ആയിട്ടില്ല. ഇപ്പോൾ സ്പോർട്സ് ഇക്കോണമിയുടെ പതിയെ ആണെങ്കിലും അതിലേക്ക് വരണം, അതിൽ നിന്നും GDP-യിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നൊക്കെ പല പേപ്പേഴ്സിലും കാണാറുണ്ട്. ഇപ്പം അൺലിസ്റ്റഡ് എൻറ്റിറ്റി ആണെങ്കിൽ കൂടി രാജസ്ഥാൻ റോയൽസ് അല്ലെങ്കിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഇതിൻ്റെയൊക്കെ വാല്യുവേഷൻ ഈയിടെ അത് വിറ്റപ്പോൾ, ആ കമ്പനികൾ വിറ്റപ്പോൾ, അതിൻ്റെ പഴയ ഉടമസ്ഥർ അത് വിറ്റപ്പോൾ ഏകദേശം 1000 കോടി അല്ലെങ്കിൽ 500 കോടിയായിരുന്നു എൻ്റെ ഓർമ്മ 2008 അത് തുടങ്ങുമ്പോൾ. അതെല്ലാം 16,000 കോടി രൂപ. അത്രയും വലിയ ഒരു ജമ്പ്, ഒരു ഹ്യൂമങ്കസ് ജമ്പ് അതിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇപ്പം 10 പൈസ മാത്രം മുഖവിലയുള്ള, നമ്മളെ സംബന്ധിച്ച് പെട്ടെന്ന് പറയാൻ ആളുകൾ എപ്പോഴും ചോദിക്കുന്ന, പ്രത്യേകിച്ചും യൂത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. പ്രത്യേകിച്ചും ഇപ്പോൾ സഞ്ജു സാംസൺ CSKയുടെ ഒരു മാർക്യൂ പ്ലെയർ ആയതിനു ശേഷം CSKയുടെ ഷെയർ പണ്ട് 10 പൈസ മുഖവിലയുള്ള കമ്പനി ഇന്ത്യ സിമെൻറ്റ്സ് ഓൺ ചെയ്തവർക്കെല്ലാം ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു കമ്പനിയാണ്. അന്ന് ഇത് എന്തിനാണിത് കൊടുക്കുന്നതെന്നൊക്കെ പലരും കരുതി. അപ്പം യൂറോപ്പിലൊക്കെ നമുക്കറിയാം ഇപ്പം ആർസനൽ അല്ലെ ലിവർപൂൾ ഈ കമ്പനികളുടെയൊക്കെ ഷെയറുകളുടെ വില വളരെ ഉയർന്ന വിലയാണ്. അപ്പോൾ അങ്ങനെ ഒരു മൂല്യത്തിലേക്ക് ഒരു ഘട്ടം കഴിയുമ്പോൾ, ഇപ്പോൾ ഇത് വാങ്ങി വെക്കുന്നതുകൊണ്ട് അൺലിസ്റ്റഡ് ടെറിട്ടറി ആണെങ്കിലും ഇത് നാളെ ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? പിന്നെ ഇത്രയും 500 കോടിയിൽ നിന്നും ഏതാണ്ട് ഒരു ഡെക്കേഡ്, 1.5 ഡെക്കേഡ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും 16,000 കോടി അല്ലെ 18,000 കോടിയിലേക്കൊക്കെ ആ ഒരു അൺപ്രസിഡൻറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് അതൊക്കെ ഇനിയും തുടരുമോ? എങ്ങനെയാണ് ഈ സ്പോർട്സ് ഇക്കോണമിയും ഈ പറയുന്ന CSK പോലെയുള്ള കമ്പനികളുടെ ലിസ്റ്റിംഗ് ഒക്കെ സാർ കാണുന്നത്? ഇന്ത്യയിലെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ ഫാബുലസ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഉള്ളത്. കാരണം ഈ സെഗ്മെൻറ്റ്, സ്പോർട്സ് അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് സെഗ്മെൻറ്റ് ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി ഉള്ള ഒരു സെഗ്മെൻറ്റ് തന്നെയാണ്. നമ്മളെ സംബന്ധിച്ച് കുറച്ച് സമയമൊക്കെ എടുത്തു. കാരണം നമ്മുടെ ഈ സെക്ടറിലുള്ള ഇൻട്രസ്റ്റും ഗ്രോത്തും കാണണമെങ്കിൽ നമ്മുടെ നാട്ടും പ്രദേശം മുതൽ ടൗണിൽ മാത്രം പോയാൽ മതി. കാരണം ടർഫുകളുടെ എണ്ണം മാത്രം നോക്കിയാൽ മതി. എത്രത്തോളം യങ്സ്റ്റേഴ്സാണ് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റി, യങ്സ്റ്റേഴ്സ് മാത്രമൊന്നുമല്ല, വൈകുന്നേരങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ ഏജ്ഡ് ആൾക്കാർ തന്നെയാണ് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്നത്. തീർച്ചയായിട്ടും ഈ സെഗ്മെൻറ്റുള്ള സ്റ്റോക്കുകളെ സംബന്ധിച്ച് അതിൻ്റെ അട്രാക്ഷൻ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ കാര്യമായി കഴിഞ്ഞാലും 250-260 റേഞ്ചിലൊക്കെയാണ് ട്രേഡ് ചെയ്യുന്നത്. ആ വാല്യുവേഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് സസ്റ്റെയിൻ ചെയ്യുന്ന വാല്യുവേഷനാണ്. കാരണം നമ്മളെ സംബന്ധിച്ച് 105 കോടി ജനങ്ങളുണ്ട്, നമുക്ക് 35 വയസ്സിന് താഴെയുള്ള ജനങ്ങൾ. ഇവർ ഗ്രോ ചെയ്ത് വരികയാണ്. ഇവരുടെ എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ അട്രാക്ഷൻസ് അല്ലെങ്കിൽ ടേസ്റ്റൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നൊരു സെക്ടറാണ് ഈ സെക്ടർ. അതുകൊണ്ട് തന്നെ ആ സെക്ടർ സ്റ്റോക്കുകളെ സംബന്ധിച്ച് നല്ല കാലമാണ്. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് പ്രൊവൈഡഡ് ദാറ്റ് ആ ഫണ്ടമെൻ്റൽസ് ഉള്ള ടീമുകൾ, ചില ടീമുകൾ ചിലപ്പോൾ കുറേ കഴിയുമ്പോൾ ഡിസോൾവ് ചെയ്ത് പോയേക്കാം, മറ്റു പല ടീമുകളൊക്കെ ആയിട്ട് അത്തരത്തിലുള്ള ഇവൻറ്റുകളൊക്കെ വന്നേക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ സ്റ്റോക്കുകൾ വളരെ ഓപ്പർച്യൂണിറ്റിയാണ്. ഏത് കമ്പനികളൊക്കെയാണ് ആദ്യം ലിസ്റ്റ് ചെയ്യാൻ പോകുന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണണം. അതേസമയം ധാരാളം അൺലിസ്റ്റഡ് സ്റ്റോക്കുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് വരാൻ പോകുന്ന അല്ലെങ്കിൽ റീസെൻ്റായിട്ട് ന്യൂസുകളൊക്കെ വന്നിട്ടുള്ള ഒരു അൺലിസ്റ്റഡ് സ്റ്റോക്കാണ് ഈ NSE. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റീസ് നടക്കുന്നൊരു എക്സ്ചേഞ്ച് സ്റ്റോക്ക് വേറെയുണ്ട്, മെട്രോപൊളിറ്റൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളും ഈ സ്റ്റോക്കുകളിലൊപ്പം ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന സ്റ്റോക്കുകളൊക്കെ തന്നെയാണ്. അപ്പോൾ ഒരു ചോദ്യം ഉയരുന്നത്, ഇതെങ്ങനെ വാങ്ങാൻ പറ്റും? ഷെയർവെൽത്ത് അതിനുള്ള സൗകര്യം ഒരുക്കുന്നുണ്ടോ? അല്ല, ഇത് അൺലിസ്റ്റഡ് മാർക്കറ്റാണ്. അൺലിസ്റ്റഡ് മാർക്കറ്റിൽ ഷെയർവെൽത്തിനെ സംബന്ധിച്ച് ഷെയർവെൽത്തിൻ്റെ ക്ലയൻസിനൊക്കെ ധാരാളം ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അത് ഗ്രേ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് സെല് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് നമ്മൾ ഡീൽ ചെയ്യുകയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് വാങ്ങി നൽകാൻ സാധിക്കുന്നതാണ്. അതത് ബ്രാഞ്ചുകളിൽ ബന്ധപ്പെട്ടാൽ മതി. അതാത് ബ്രാഞ്ചുകളിൽ, ഫ്രാഞ്ചൈസികളിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നത്. NSEയുടെ എങ്ങനെയായിരിക്കും NSEയുടെ ഒരു IPO ഈ വർഷം? ഒരുപക്ഷെ സെപ്റ്റംബർ കഴിഞ്ഞാൽ ഏത് നിമിഷവും പ്രതീക്ഷിക്കാമെന്നുള്ള രീതിയിൽ ആണ് പറയുന്നത്. അതിൻ്റെ ഡ്രാഫ്റ്റ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് ഫയൽ ചെയ്യാനുള്ള ശ്രമം അവർ തുടങ്ങിയിരിക്കുന്നു. ബാങ്കേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. സാറിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എങ്ങനെയാണ്? IPO പ്രൈസ് എങ്ങനെയായിരിക്കാം? ലിസ്റ്റിംഗ് പ്രൈസ് എങ്ങനെയായിരിക്കാം? എങ്ങനെയാണത് കാണുന്നത്? NSE വാല്യുവേഷൻ നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ NSEയുടെ ഒരു ഫണ്ടമെൻ്റൽസ് നോക്കുകയാണെങ്കിൽ 247.5 കോടിയാണ് NSEയുടെ ക്യാപിറ്റൽ വരുന്നത്. 1 രൂപയാണ് അതിൻ്റെ ഫേസ് വാല്യൂ വരുന്നത്. അപ്പോൾ NSEയുടെ എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് പ്രകാരമുള്ള NSEയുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്നൊക്കെ പറയുന്നത് 4-4.5% സ്റ്റേക്ക് ഓഫർ ഫോർ സെയിലിൽ കൂടെ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന വാല്യുവേഷൻ 21,000 കോടിക്കും 23,000 കോടിക്ക് ഇടയിലാണെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അങ്ങനെ നമ്മൾ വാല്യൂ ചെയ്യുകയാണെങ്കിൽ, ആ വാല്യുവേഷന് വാല്യൂ ചെയ്യുകയാണെങ്കിൽ NSEയുടെ IPO പ്രൈസ് മേ ബി ബിറ്റ്വീൻ 2,000 and 2,200 ആണ് പെർ ഷെയർ. ഇനി നമ്മൾ ഇതിൻ്റെ പ്രൈസ് ഏർണിംഗ് റേഷ്യോ BSE ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ
ഇപ്പോഴത്തെ BSEയുടെ പെർഫോമൻസ് ഗോയിങ് ഫോർവേഡ് ഒരു പക്ഷേ ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിലൊക്കെ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യാൻ പോകുന്നത് BSE ആയിരിക്കാം. BSEയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അറൗണ്ട് 82 crore rupees മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ എൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 2 രൂപയാണ് ഫേസ് വാല്യൂ വരുന്നത്. അപ്പോൾ ഒരു വാല്യുവേഷൻ നമ്മൾ പ്രൈസ് ഏണിംഗ് കമ്പാരിസൺ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഒരു 30 to 40% അപ്രിസിയേഷനിൽ NSE ലിസ്റ്റ് ചെയ്തേക്കാം ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത്. ഇത് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ മാത്രമാണ്. കാരണം മാർക്കറ്റ് ഡ്രിവൺ ബൈ സെൻറ്റിമെൻ്റാണ്. ഈ ലിസ്റ്റ് ചെയ്യുന്ന സമയങ്ങളിൽ സെൻറ്റിമെൻറ്റ് താഴെയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായ ഇമ്പാക്റ്റ് ആകും. പക്ഷേ നമ്മൾ ഇപ്പോഴത്തെ മറ്റൊരു എക്സ്ചേഞ്ചിൻ്റെ പ്രൈസ് ഏണിംഗ് റേഷ്യോ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആ കമ്പാരിസൺ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ റേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. നല്ല അപ്രീസിയേഷൻ ഇൻവെസ്റ്റേഴ്സിന് ലഭിച്ചേക്കാം. ഇൻവെസ്റ്റേഴ്സിന് ഈ IPO അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ. മറിച്ച് ഇപ്പം മാർക്കറ്റിൽ എനിക്ക് തോന്നുന്നു 1800 1900 റേഞ്ചിലൊക്കെയാണ് ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ ആ ഇൻവെസ്റ്റേഴ്സ് ഫേസ് ചെയ്യാവുന്ന പ്രോബ്ലം ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 6 മാസം കഴിഞ്ഞതിന് ശേഷം അവർക്ക് എക്സിറ്റ് അടിക്കാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷേ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഇന്ത്യനെ സംബന്ധിച്ച് ഇന്ത്യ ഈസ് എ ഗ്രോയിങ് എക്കണോമിയാണ്, ബിഗ് എക്കണോമിയാണ്. BSE, NSE അതുപോലെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള CDSL, NSDL ഒപ്പം ഒരു പക്ഷേ മെട്രോപൊളിറ്റൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒരു പക്ഷേ ഫോർച്യൂൺസൊക്കെ ബെറ്റർ ആവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. കാരണം അതിലൊക്കെ സ്റ്റേക്ക് എടുത്തിരിക്കുന്നത് ഇന്ത്യയിൽ തന്നെ ഓഹരി രംഗത്തുള്ള മുൻനിര ബ്രോക്കിംഗ് സ്ഥാപനങ്ങളൊക്കെയാണ് ഇപ്പോൾ. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ളൊരു റീറേറ്റിംഗ് വരികയാണെങ്കിൽ മെട്രോപൊളിറ്റൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും പുതിയ പ്രൊഡക്റ്റുകൾ വന്ന് ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പെർഫോമൻസും ബെറ്റർ ആയേക്കാം. അതോടൊപ്പം തന്നെ MCX ഉണ്ട്, ഒരു കമോഡിറ്റി എക്സ്ചേഞ്ചാണ്, ഓൾറെഡി നല്ല വാല്യുവേഷനാണ്. കമോഡിറ്റി രംഗത്തും വലിയ രീതിയിലുള്ള ഒരു ഗ്രോത്താണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ളതും ഓൾറെഡി നമ്മൾ കണ്ടിട്ടുള്ളതും. അപ്പോൾ അതിനനുസരിച്ചുള്ള വാല്യുവേഷൻ റീറേറ്റിംഗ് ഒക്കെ വരാനുള്ള സാധ്യത. ഈയിടെ സമീപകാലത്ത് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഇപ്പോഴും നിക്ഷേപകർക്ക് ഇനി എന്ത് എന്ന് അറിയാൻ വലിയ സാധ്യതകളില്ലാത്ത 1-2 തീർച്ചയായും കണക്റ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ അതൊന്ന് പെട്ടെന്ന് ചോദിക്കാം. ഒന്ന് ടാറ്റ ടെക്നോളജീസ്, ടെക്നോളജി മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ് ടാറ്റ ടെക്നോളജീസ് അല്ലെങ്കിൽ KPIT. ഇവ രണ്ടും ഈ പറയുന്ന പോലെ IT അല്ല, ടെക്നോളജിയാണ്. ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് പ്രത്യേകിച്ച് ഓട്ടോമൊബൈൽസിന് വേണ്ടി സപ്ലൈ ചെയ്യുന്നു, ഇങ്ങനത്തെ കാര്യങ്ങൾ. ഒപ്പം തന്നെ ഈയിടെ സമീപകാലത്ത് ലിസ്റ്റ് ചെയ്ത വളരെ മികച്ച മാനേജ്മെൻ്റ് ഉണ്ട് എന്ന് നമ്മൾ കരുതുകയും എന്നാൽ കൺഫ്യൂഷൻ കൊണ്ട് ഇറങ്ങണോ വേണ്ടയോ എന്ന് പല നിക്ഷേപകരും നമ്മുടെ അടുത്ത് തന്നെ റിസർച്ച് ടീമിനോട് സംശയം ചോദിക്കുകയും ചെയ്ത ഫ്രാക്ടൽ അനലിറ്റിക്സ്, ഇങ്ങനെയുള്ള കമ്പനികളെപ്പറ്റി ഇപ്പോൾ അതിൻ്റെ സാധ്യതകൾ എന്താണ്? ഞാൻ ആദ്യം ടാറ്റ ടെക്നോളജീസ് അതുപോലെ തന്നെ KPIT ടെക്നോളജീസ്, ഈ 2 കമ്പനികളുടെ കാര്യം പറയാം. ഈ 2 കമ്പനികളും ഇനീഷ്യലി ഇലക്ട്രിക് വെഹിക്കിൾ സോഫ്റ്റ്വെയർ രംഗത്ത് റിലേറ്റഡ് രംഗത്തുള്ള കമ്പനികളായിരുന്നു. ഒരു പരിധി വരെ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള സെക്ടറിൻ്റെ ചാമൊക്കെ ഒരു പരിധി വരെ ഓവറാണ്. പ്രത്യേകിച്ച് ടെസ്ലയുടെ ഫ്രീ അല്ലെങ്കിൽ ഓട്ടോണമസ് വെഹിക്കിൾസൊക്കെ ലോഞ്ച് ചെയ്യാൻ പോവാണ്. ടെസ്ല തന്നെ ഓട്ടോണമസ് സോഫ്റ്റ്വെയർ ഒക്കെ സപ്ലൈ ആണ്. അത് ഇത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കമ്പനികളുടെ ഫർദർ ഗ്രോത്ത് ഒരു പക്ഷേ പാസ്റ്റ് ഗ്രോത്തിൻ്റെ രീതിയിലുള്ള ഒരു ഗ്രോത്ത് കിട്ടാനുള്ള സാധ്യതകൾ കുറവാണ്. മറിച്ച് ടാറ്റ ടെക്നോളജി ധാരാളം റിലേറ്റഡ് ആയിട്ടുള്ള പല സെക്ടറിലേക്കൊക്കെ എൻ്റർ ചെയ്തിട്ടുണ്ട്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ കറണ്ട് ലെവലിൽ നിന്ന് വലിയ റിസ്ക് ഒന്നുമില്ല ഈ കമ്പനി. KPIT അത്തരത്തിലുള്ളൊരു ഇതിൽ തന്നെയാണ്. പക്ഷേ എത്രത്തോളം വലിയ അപ്രീസിയേഷൻ ഈ സ്റ്റോക്കുകളിൽ നിന്ന് ലഭിക്കും എന്നുള്ള കാര്യം നമുക്ക് അതാത് രംഗത്തുണ്ടാവുന്ന ഡെവലപ്മെൻ്റ് അനുസരിച്ച് മാത്രമാണ് നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കുള്ളൂ. അതോടൊപ്പം തന്നെ ഫ്രാക്ടൽ അനലിറ്റിക്സ്, ഒരു പക്ഷേ AI ടൂളുകൾ യൂസ് ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ കോർപ്പറേറ്റുകൾക്കൊക്കെ സർവീസ് കൊടുക്കുന്ന ഒരു കമ്പനിയാണ് ഫ്രാക്ടൽ അനലിറ്റിക്സ്. ഇവരുടെ IPO PE തന്നെ 120-129 PE-ലാണ് IPO തന്നെ വന്നത്. ഹൈ പ്രൈസിലാണ് IPO വന്നത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് ലിസ്റ്റ് ചെയ്തതിന് ശേഷമുള്ളൊരു അണ്ടർ പെർഫോമൻസ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഫണ്ടമെൻ്റൽസ് വെച്ച് നോക്കുകയാണെങ്കിൽ മോഡറേറ്റ് റിട്ടേൺ ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അതേസമയം AI ഇമ്പാക്റ്റ് ഈ കമ്പനിയെ കൂടി ബാധിക്കാവുന്ന കാര്യമാണ്. സോഫ്റ്റ്വെയർ ആസ് സർവീസ് നൽകുന്ന ഒരു കമ്പനിയാണ് എന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്. ഇത് AI എനേബിളറും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ മറ്റ് സോഫ്റ്റ്വെയർ കമ്പനിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു പക്ഷേ ബെറ്റർ പ്ലേസ്ഡ് ആണ് ഫ്രാക്ടൽ അനലിറ്റിക്സ്. മറ്റൊരു ചോദ്യം ഉയരുന്നത് പ്രത്യേകിച്ച് NBFC കമ്പനികൾ നോക്കുകയാണെങ്കിൽ വളരെ ജയൻസായ വടവൃക്ഷമായിട്ട് വളർന്നു നിൽക്കുന്ന മുത്തൂറ്റ് അല്ലെങ്കിൽ ബജാജ് ഫിനാൻസ്, സെക്കൻഡ് ലൈനിൽ നിൽക്കുന്ന മണപ്പുറം, ഇങ്ങനെയുള്ള കമ്പനികളെ ഇപ്പോൾ പ്രത്യേകിച്ച് മാർക്കറ്റ് അല്പം ഈ ഒരു താഴത്തേക്ക് വന്ന സാഹചര്യത്തിൽ ഇങ്ങനെയുള്ളവ പരിഗണിക്കുന്നതാണോ? ഇവയും AI ടൂൾസ് നന്നായി ഉപയോഗിക്കുന്നുണ്ട് ക്ലയൻറ്റ് അക്വിസിഷൻ കാര്യങ്ങളിൽ, അതോ പൂനാവാല L&T ഫിനാൻസ് പോലെയുള്ള കമ്പനികൾ കയറുന്നതാണോ നല്ലത്?
തീർച്ചയായിട്ടും ബാങ്കിങ് ഫൈനാൻഷ്യൽ രംഗത്തുള്ള കമ്പനികളിലൊക്കെ നമുക്ക് ഒരു കൺസൾട്ടേഷനൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാം. കാരണം വെച്ചാലും ഹ്യൂജ് സ്പെൻഡിങ് ആവശ്യമാണ് ടെക്നോളജിയിൽ. അത് ബാങ്കിങ്ങിലായാലും ഇൻഷുറൻസ് രംഗത്തായാലും അതുപോലെ തന്നെ NBFC രംഗത്തായി കഴിഞ്ഞാലും ബ്രോക്കിംഗ് രംഗത്തായാലും ഹ്യൂജ് ക്യാപിറ്റൽ ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും എക്സിസ്റ്റിംഗ് ലാർജ് കമ്പനികൾക്കൊരു അപ്രഹെൻഡൊക്കെ ഉണ്ട്. ആ കാറ്റഗറി നോക്കുകയാണെങ്കിൽ ബജാജ് ഫൈനാൻസ്, ബജാജ് ഫിൻസർവ് ഇത്തരത്തിലുള്ള കമ്പനികളാണ് ടോപ്പ് റേറ്റഡ് കമ്പനികളായിട്ട് നിൽക്കുന്നത്. ഇനി നമ്മൾ അതിന് താഴെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പൂനാവാല ഫിൻകോർപ്പ്. നമുക്കറിയാം എൻ്റെ പ്രൊമോട്ടർ വളരെ സ്ട്രോങ് ആണ്. ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല മാർക്കറ്റിൽ എന്ത് തരത്തിലുള്ളൊരു ഇഷ്യൂസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഈ റീസെൻ്റായിട്ട് QIP നടത്തിയിട്ടുണ്ട്. ഒപ്പം നമ്മൾ മറ്റ് നേരത്തെ സനിൽ സൂചിപ്പിച്ച L&T ഫൈനാൻസ് പാരൻറ്റ് കമ്പനി തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്ത്. പിന്നെ റീസെൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ മച്ച് ബെറ്റർ ദാൻ എനി അതർ NBFC ആയിട്ടാണ് എനിക്ക് അതിൻ്റെ പെർഫോമൻസിനെ നോക്കി. 62% ഗൈഡൻസോ മറ്റോ. അതെ. പക്ഷേ ഒരു മൾട്ടിബാഗർ റിട്ടേൺ കിട്ടുമോ എന്നുള്ള കാര്യം നോക്കുകയാണെങ്കിൽ വളരെ ലോങ് ടേമിൽ കിട്ടിയേക്കാം. അല്ലാത്ത പക്ഷേ ഒരു മോഡറേറ്റ് ഗെയിനാണ് നമ്മളൊക്കെ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിലൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഫോക്കസ് ഒന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് നമ്മുടെ കേരള കമ്പനികൾ, പ്രത്യേകിച്ചും ഫെഡറൽ ബാങ്ക്, ആദ്യകാലം മുതലുണ്ടായ ഫെഡറൽ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ധനലക്ഷ്മി ബാങ്ക്, ഇങ്ങനെ ബാങ്കിങ് നിര, അതിനുശേഷം ഏറ്റവും ഒടുവിൽ വന്ന ഏകദേശം ടോളിൻ ടയേഴ്സ് പോലെയുള്ള കമ്പനികൾ, ഇവയിൽ ഏതെങ്കിലും ഒരു ഹിഡൻ ജെം ഒളിഞ്ഞിരിപ്പുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഏതാണ്? ധാരാളം നമ്മൾ ഷെയർവെൽത്തിൽ അറിയാം, മണപ്പുറം ഫിനാൻസ് ധാരാളം പേർക്ക് ധാരാളം നേട്ടം ഉണ്ടാക്കി കൊടുത്ത കമ്പനിയാണ്. അള്ളിക്കൊടുക്കുക എന്ന് തമിഴ് ഭാഷയിൽ വേണമെങ്കിൽ പറയാം. അങ്ങനെ കൊടുത്ത ഒരു കമ്പനിയാണ് മണപ്പുറം. അതല്ലാതെ ഒരു ഹിഡൻ ജെം എന്ന് പറയുന്ന ഏതെങ്കിലും ഒരെണ്ണം നമ്മുടെ ഇത്രയധികം കമ്പനികൾ കേരളത്തിൽ നിന്നുള്ളതിൽ ഉണ്ടോ, പതുങ്ങിയിരിപ്പുണ്ടോ? ഇത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ആൻസർ ചെയ്യാനായിട്ട്. കാരണം ഹിഡൻ ജെംസ് ആയിട്ട് കേരളത്തിൽ നിന്നുള്ള കമ്പനികളുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ടമെൻ്റലി നല്ല കമ്പനികളൊക്കെ ഉണ്ട്. പക്ഷേ ക്യാപിറ്റൽ മാർക്കറ്റ് അപ്രീസിയേഷൻ നോക്കുകയാണെങ്കിൽ ഒരു മണപ്പുറം, ഒരു മുത്തൂറ്റ്, ഒരു V-Guard ഈ കമ്പനികളെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിന് വലിയ രീതിയിൽ റിട്ടേൺ കൊടുത്തിട്ടുള്ള കമ്പനികളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ്. തീർച്ചയായിട്ടും V-Guardൻ്റെയും മണപ്പുറത്തിൻ്റെയും അതുപോലെത്തന്നെ മുത്തൂറ്റിൻ്റെയും മുത്തൂറ്റ് ഫണ്ടമെൻ്റൽ പോയിൻ്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ ഫാബുലസ് കമ്പനി തന്നെയാണ്. കറണ്ട് ലെവലിൽ നിന്നും വീണ്ടും നല്ല രീതിയിൽ മുന്നേറാൻ സാധ്യതയുണ്ട്. ഇപ്പം മണപ്പുറത്തിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ബെയിൻ ക്യാപിറ്റൽ സ്റ്റേക്ക് എടുത്തിട്ടുണ്ട്, US ബേസ്ഡ് ബെയിൻ ക്യാപിറ്റൽ സ്റ്റേക്ക് എടുത്തിട്ടുണ്ട്. അത് പോസിറ്റീവ് ഫാക്ടർ തന്നെയാണ്. നമ്മൾ ഹിഡൻ ജയൻ്റ് ആയിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൺസിഡർ ചെയ്യുക ശരിക്ക് വണ്ടർലയാണ് കേരള ബേസ്ഡ് ഉള്ളത്. ആ സെക്ടറിൽ മൊണോപ്പൊളിയാണ്. എൻട്രി ബാരിയർ വളരെ ഹൈ ആയിട്ടുള്ളൊരു സെക്ടറാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു കോമ്പറ്റീഷൻ വരാൻ പോകുന്നില്ല. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ സ്റ്റോക്ക് കഴിഞ്ഞ 1.5 വർഷമായിട്ട് പെർഫോം ചെയ്തിട്ടില്ല. ഒരു പക്ഷേ ഹിഡൻ ജെമ്മായിട്ട് എനിക്ക് തോന്നുന്നത് പല സ്റ്റേറ്റുകളിൽ അവർ എൻ്റർടൈൻമെൻറ്റ് അവന്യൂസ് ഓപ്പൺ ചെയ്യാണ്. അത് കഴിയുമ്പോൾ ഒരു പക്ഷേ ഒരു റീറേറ്റിംഗ് വരാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ നല്ല റിട്ടേൺ വണ്ടറിൽ നിന്ന് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ഫെഡറൽ ബാങ്ക് ബാങ്കിൻ്റെ രംഗത്ത് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നൊരു ബാങ്കാണ്. ഒരു പക്ഷേ ഒരു ടേക്ക് ഓവർ കാൻഡിഡേറ്റ് ആണെന്നൊക്കെയാണ് മാർക്കറ്റിലുള്ള പല ടോക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഫെഡറൽ ബാങ്കും നല്ലൊരു കാൻഡിഡേറ്റ് ആണ്. ഒപ്പം കാത്തലിക് സിറിയൻ ബാങ്ക്, ഫെയർഫാക്സിൻ്റെ അണ്ടറിലുള്ള കാത്തലിക് സിറിയൻ ബാങ്കാണ്. റീസെൻ്റായിട്ട് IDBI ബാങ്കിൽ നിന്ന് ബിഡിങ്ങിൽ നിന്ന് അവർ വിഡ്രോ ചെയ്തിരുന്നു. പക്ഷേ ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഒരു പക്ഷേ കാത്തലിക് സിറിയൻ ബാങ്കും നല്ല രീതിയിൽ മുന്നേറിയേക്കാം. അപ്പോൾ ഈ സ്റ്റോക്കുകളാണ് ഞാൻ ഫണ്ടമെൻ്റൽ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ, നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യാമെന്നുള്ളൊരു കാര്യത്തിൽ. ഓക്കെ, മ്യൂച്വൽ ഫണ്ട് ഇതിലേക്ക് നോക്കുമ്പോൾ ആ സെഗ്മെൻറ്റിൽ നിന്നും ഇപ്പം വെൽത്ത് മാനേജ്മെൻറ്റ് കമ്പനികളുണ്ട് ഓഹരി വിപണിയിൽ, ഒപ്പം തന്നെ ഏജൻസികളുണ്ട്, അത് വിതരണം ചെയ്യുന്ന കമ്പനികൾ ഒരു കമ്പനി, വലിയൊരു കമ്പനി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതുമായി കണക്ട് ചെയ്തിട്ട ക്യാംസ് അല്ലെങ്കിൽ KFinTech പോലെയുള്ള കമ്പനികളുണ്ട്. അതിൽ നിന്നും ഒരു ചൂസ് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഉണ്ടോ? തീർച്ചയായിട്ടും ക്യാംസ് ചൂസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. കാരണം മ്യൂച്വൽ ഫണ്ട് ഗ്രോത്തിനനുസരിച്ച് നല്ല രീതിയിൽ ഗ്രോ ചെയ്യാൻ സാധ്യതയുള്ള ഒരു കമ്പനിയാണ് ക്യാംസ്. KFinTechും അപ് ടു എൻ എക്സ്റ്റെൻറ്റ്, ബട്ട് ഐ പ്രിഫർ ക്യാംസ്. അത് ഏതാണ്ട് 67%, ആ മേഖലയിൽ 67% മാർക്കറ്റ് അവരുടെ കയ്യിലാണ്. അതെ. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകരോട് എന്താണ് പറയാനുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ? മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകർക്ക് മാർച്ച് മാസത്തെ നമ്മുടെ ഇന്ത്യയിലത്തെ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകരുടെ ആക്ടിവിറ്റീസ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും SIP സ്റ്റാർട്ട് ചെയ്യും.
കാരണം മാർച്ച് മാസത്തിലത്തെ SIP നമ്മൾ ഈ കോലാഹലങ്ങൾ മിഡിൽ ഈസ്റ്റ് ക്രൈസിസൊക്കെ വന്നപ്പോൾ നമ്മുടെ പല കോണുകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ എന്തൊക്കെയാണ്, എല്ലാവരും ഷെയർ വിറ്റ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് വിറ്റ് പണം വിഡ്രോ ചെയ്തെന്നുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യൂസൊക്കെ ആയിരുന്നു. പക്ഷേ മ്യൂച്വൽ ഫണ്ട് ഡാറ്റ വന്നു കഴിഞ്ഞപ്പോൾ ആ വ്യൂസൊക്കെ അസ്ഥാനത്തായിരുന്നു എന്നുള്ള കാര്യമാണ് സൂചിപ്പിക്കുന്നത്. റെക്കോർഡ് ഫിഗറാണ് SIP വന്നിരിക്കുന്നത് മാർച്ച് മാസത്തിൽ. അതുപോലെ തന്നെ റെക്കോർഡ് നമ്പർ ഓഫ് ഫോളിയോസാണ്. ഇത് സൂചിപ്പിക്കുന്നത് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സ് അറ്റ് എവരി ഫാളിൽ അവരുടെ SIPയുടെ ക്വാണ്ടം അല്ലെങ്കിൽ എമൗണ്ട് കൂട്ടണമെന്നാണ് ഞാൻ പറയാം. കാരണം വെച്ചാൽ മാർക്കറ്റ് വൊളാട്ടിലിറ്റി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മാർക്കറ്റ് വൊളാട്ടിലിറ്റിയിൽ താഴെ വരുന്ന അവസരങ്ങളിൽ തന്നെയാണ് നല്ല സ്റ്റോക്കുകളിൽ നല്ല ഫണ്ടുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടേണ്ടത്. അത്തരത്തിലുള്ള ഡിസിഷനിലേക്ക് മാറുന്നതാണ് ഇൻവെസ്റ്റേഴ്സിന് നല്ലത്. അതോടൊപ്പം തന്നെ ന്യൂ ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ സ്റ്റാർട്ട് വിത്ത് SIP, അതായിരിക്കും ഏറ്റവും നല്ലൊരു ഡിസിഷനായിട്ട് വരാൻ പോകുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു വീട്ടിൽ ഒരു SIP വേണം, മ്യൂച്വൽ ഫണ്ട് SIP വേണം എന്നുള്ളതൊരു സ്ലോഗനായിട്ട് തന്നെ എടുക്കേണ്ടതല്ലേ ശരിക്കും? തീർച്ചയായിട്ടും മ്യൂച്വൽ ഫണ്ട് SIPയേക്കാളും ഉപരിയായിട്ട് ഞാൻ പറയാം, ഒരു വീട്ടിൽ അറ്റ്ലീസ്റ്റ് ഒരു ഗോൾഡ് ETF അക്കൗണ്ടെങ്കിലും ആവശ്യമാണ്. 10 മില്ലിഗ്രാമിൻ്റെ ഗോൾഡ് ETF വാങ്ങിയാൽ മതി, അല്ലെങ്കിൽ 1 മില്ലിഗ്രാമിൻ്റെ ടാറ്റ ഗോൾഡ് വാങ്ങിയാൽ മതി. അത്തരത്തിലുള്ള ഡിസിഷൻ എടുക്കുന്നതൊക്കെ വളരെ വളരെ നന്നായിരിക്കുന്നതാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. പ്രത്യേകിച്ച് ഗോൾഡ് ഏറ്റവും കൂടുതൽ നമ്മുടെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നൊരു കമ്മോഡിറ്റിയും കൂടിയാണ്. അപ്പോൾ ഗോൾഡ് ETF പലർക്കും എങ്ങനെ ഇത് ഓപ്പൺ ചെയ്യാം, അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഗോൾഡ് വാങ്ങാം എന്നുള്ള കാര്യമൊന്നും പബ്ലിക്കിന് കൂടുതൽ അറിയില്ല. അപ്പോൾ അത്തരത്തിലുള്ള അവയർനെസ് നൽകിക്കൊണ്ട് അത്തരത്തിലുള്ള ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ട് ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്നത് നന്നായിരിക്കും. ഏറ്റവും കൂടുതൽ ഷെയർവെൽത്തിനെ കുറിച്ച്, ഷെയർവെൽ സെക്യൂരിറ്റീസ് ഏതാണ്ട് 2 പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തനത്തിലേക്ക്, എനിക്ക് തോന്നുന്നു 2 പതിറ്റാണ്ടിലേക്ക് കിടക്കുകയാണ്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഷെയർവെൽത്തിൻ്റെ ആക്ടിവിറ്റീസ് എന്താണ്? ഇനി ഭാവിയിൽ IPO അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമോ? ഷെയർവെൽത്ത് സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതൽ ഇന്ന് വരെ ഡിസ്റപ്ഷൻ നേരിട്ടിട്ടുള്ളൊരു സെഗ്മെൻറ്റാണ് ബ്രോക്കിംഗ് സെഗ്മെൻറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം ബ്രോക്കറേജ് റേറ്റ് ഏത് ലെവലിൽ നിന്നാണ് ഇപ്പോഴത്തെ ലെവലിലേക്കൊക്കെ എത്തിയിരിക്കുന്നുള്ള കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും ഈ 20 വർഷം നമ്മൾ നല്ല രീതിയിൽ തന്നെയാണ് മാർക്കറ്റിൽ ആക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഇൻവെസ്റ്റേഴ്സ്, നമ്മുടെ കോർ ഫോക്കസ് ഇൻവെസ്റ്റേഴ്സിൻ്റെ വെൽത്ത് ക്രിയേഷനാണ്, അല്ലാതെ നമ്മൾ ഇൻട്രാഡേ ട്രേഡിങ്ങിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളൊരു ബ്രോക്കറല്ല. തീർച്ചയായിട്ടും ഒരു ബ്രോക്കറെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇൻട്രാഡേ ട്രേഡിങ് റവന്യൂ തന്നെയാണ് ഏറ്റവും ബിഗ് റവന്യൂ ആയിട്ട് വരുന്നത്. നിങ്ങൾ പല ബാലൻസ് ഷീറ്റുകൾ എടുത്ത് നോക്കിയാൽ അറിയാം. ഓഫ് കോഴ്സ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ളൊരു പക്ഷേ ജിയോയിത്ത് ഒഴികെ മറ്റ് കമ്പനികളൊക്കെ നമ്മൾ ബാലൻസ് ഷീറ്റ് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചൊക്കെ ഏറ്റവും കൂടുതൽ റവന്യൂ വന്നിട്ടുണ്ടെങ്കിൽ ട്രേഡിംഗ് റവന്യൂ ആയിരിക്കാം. ഒരു ബ്രോക്കറെ സംബന്ധിച്ചും ട്രേഡിംഗ് റവന്യൂ ഇന്നോവേറ്റബിളാണ്, ഗ്രോത്തിനൊക്കെ ഇന്നോവേറ്റബിളാണ്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ അത്തരത്തിലുള്ള ഒരു ടൂളുകൾ ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ അത് പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. പക്ഷെ നമ്മൾ ഇപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു സെൻറ്റിമെൻറ്റിൽ നിന്ന് മാറി ചിന്തിച്ചിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് യങ്സ്റ്റേഴ്സ് കൂടുതൽ ഷെയർവെൽത്തിൻ്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുകയാണ്. നല്ല യങ്സ്റ്റേഴ്സ് ജോയിൻ ചെയ്യുന്നതോട് കൂടിയിട്ട് ഒരു ലീഡർഷിപ്പ് ടീം നമ്മൾ സെക്കൻഡ് ലൈനിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ ലീഡർഷിപ്പ് ടീമാണ് ഇനി ഷെയർവെൽത്തിനെ ലീഡ് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഞാനുണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ധാരാളം പ്ലാനുകളൊക്കെയുണ്ട്. ഷെയർവെൽത്തിൻ്റെ അണ്ടറിൽ നമുക്കൊരു അസോസിയേറ്റ് നോൺ ബാങ്ക് ഫിനാൻസ് കമ്പനിയുണ്ട്. ആ ഫൈനാൻസ് കമ്പനിയുടെ പെർഫോമൻസും വളരെ നന്നായി വരികയാണ്. അത് ലിസ്റ്റഡ് കമ്പനിയാണ്? അത് ലിസ്റ്റഡ് കമ്പനിയാണ്. SI ക്യാപിറ്റൽ ആൻഡ് ഫൈനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ലിസ്റ്റഡ് കമ്പനിയാണ്. ഇപ്പോൾ അതിന് ലീഡ് ചെയ്യുന്നത് NBFC രംഗത്ത് എക്സ്പീരിയൻസ് ഉള്ള പ്രൊഫഷണൽസാണ് ഇപ്പം ലീഡ് ചെയ്യുന്നത്. ഒരു പ്രൊഫഷണൽ വന്നിരിക്കുന്നത് തന്നെ ബജാജ് ഫൈനാൻസ് ആൻഡ് റീജിയണൽ റിലേറ്റഡ് ആക്ടിവിറ്റീസിൽ നിന്ന് ഷെയർവെൽത്ത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ഇൻവെസ്റ്ററായിട്ട് വന്നിട്ടുള്ളൊരു പ്രൊഫഷണലാണ്. അപ്പോൾ ആ അസോസിയേറ്റ് കമ്പനി നല്ല രീതിയിലാണ് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ വി ആർ എക്സ്പെക്റ്റിംഗ് ഗുഡ് ഡേയ്സ് അഹെഡ് എന്നാണ് ഞങ്ങളുടെ ഒരു എക്സ്പെക്റ്റേഷൻ. PMS മേഖലയിലേക്കും കടന്നിട്ടുണ്ടല്ലേ? ഷെയർവെൽത്തിൻ്റെ അണ്ടറിൽ ഷെയർവെൽത്തിന് സ്വന്തമായിട്ട് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് കമ്പനി ഇപ്പോഴില്ല. മറിച്ച് 2009 മുതൽ ഷെയർവെൽത്തായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന സതീഷ് രാജൻ എന്ന് പറയുന്ന ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഉണ്ട്. വളരെ എക്സ്പീരിയൻസ്ഡ് ആണ് അദ്ദേഹം. 2008 വരെ സൗദി അറേബ്യയിൽ അൽമറായി, അറേബ്യൻ ഇൻഷുറൻസ് കമ്പനി, ഈ കമ്പനികളിൽ ജോലി ചെയ്ത്
ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ് അദ്ദേഹം. ഇന്ത്യയിൽ അദ്ദേഹത്തിൻ്റെ ജോബ് സ്റ്റാർട്ട് ചെയ്ത് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിക്ക് ശേഷം BPSCL കൂടിയാണ്. അതിന് ശേഷമാണ് അദ്ദേഹം സൗദി അറേബ്യയിൽ പോയത്. സൗദി അറേബ്യയിൽ അൽമറായി കമ്പനിയുടെ ഫൈനാൻസ് ഡയറക്ടർ, അതുപോലെ തന്നെ അറേബ്യൻ ഇൻഷുറൻസ് കമ്പനിയുടെ ഫൈനാൻഷ്യൽ ഡയറക്ടറൊക്കെ ആയിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഇന്ത്യയിൽ വന്ന് ഷെയർവെൽത്തിൻ്റെ ഫ്രാഞ്ചൈസി എടുത്തതിന് ശേഷം ബിസിനസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. നമ്മൾ അല്ലെങ്കിൽ ഷെയർവെൽത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് പ്രൊഡക്റ്റുകളാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മെത്തേഡ് നോക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ വെൽത്ത് ക്രിയേഷന് മാത്രം ഊന്നൽ നൽകിയിട്ടുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ ലിക്വിഡ് നെറ്റ്വർത്തൊക്കെ നോക്കുകയാണെങ്കിൽ 6.5-7 കോടി രൂപ ലിക്വിഡ് നെറ്റ്വർത്തുള്ളൊരു പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് കമ്പനിയും കൂടിയാണ്. ഇൻവെസ്റ്റേഴ്സിന് നല്ല രീതിയിൽ റിട്ടേൺ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കൊടുത്തുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസർ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറിയും കൂടിയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൊഡക്റ്റുകളാണ് ഷെയർവെൽത്ത് ഇൻവെസ്റ്റേഴ്സിന് സജസ്റ്റ് ചെയ്യുന്നത്. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഇൻവെസ്റ്റേഴ്സിൻ്റെ വെൽത്ത് ക്രിയേഷനാണ് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ PMS നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് AIA-ആൽഫയുടെ PMS പ്രൊഡക്റ്റുകളാണ്. AIA-ആൽഫ, യെസ്. ഓക്കെ. നേരത്തെ ആദ്യം സൂചിപ്പിച്ചതുപോലെ ധാരാളം പ്രതിസന്ധി ഘട്ടങ്ങൾ ലോകത്ത് ഉരുണ്ടുകൂടുന്നു. അതിൻ്റെ മാഗ്നിറ്റ്യൂഡും അതിൻ്റെ ഡയമെൻഷൻസും എല്ലാം വലുതായി വരുന്നു. പലതരത്തിലുള്ള അനിശ്ചിതത്വങ്ങൾ നേരിടുന്നു. ഇവിടെയെല്ലാം റെസീലിയൻ്റ് ആയിട്ട് നിൽക്കാൻ ഒരു സാധാരണ നിക്ഷേപകന് ഒത്തിരിയേറെ പരിഭ്രാന്തി നമുക്ക് അറിയാം. ധാരാളം ഇൻവെസ്റ്റേഴ്സിലുമായിട്ട് സംസാരിക്കുമ്പോൾ അവർക്ക് പരിഭ്രാന്തിയും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ട്. എങ്കിൽ പോലും ഒരു റെസീലിയൻസ് ഈ സമയത്ത് കീപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള ഇത്തരം കാര്യങ്ങളെ ബാധിക്കാതെ ഒരു ഇൻവെസ്റ്റർ നിൽക്കണമെന്നുണ്ടെങ്കിൽ അയാൾ എന്തെല്ലാം കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം, എന്തെല്ലാം തയ്യാറെടുപ്പുകൾ വേണം, ഒപ്പം സാധാരണ നിക്ഷേപകരോട് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സ് വളരെ പേഷ്യൻസ് കാണിക്കേണ്ട ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഇപ്പോഴുള്ളത്. ഒന്ന്, ഇൻവെസ്റ്റേഴ്സിൻ്റെ പോളിസികളിൽ ഇൻവെസ്റ്റേഴ്സ് എടുക്കേണ്ട കാര്യങ്ങളാണ്. കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേജർ ഡിസിഷൻ എന്ന് പറയുന്നത് തങ്ങളുടെ കയ്യിലുള്ള സേവിങ്സിൻ്റെ പ്രായത്തിനനുസരിച്ചിട്ടുള്ളൊരു പോർഷൻ മാത്രമാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ റിസ്കി ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇത് പറഞ്ഞു തരാനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ തരാനോ മുമ്പൊന്നും തന്നെ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ധാരാളം യങ്സ്റ്റേഴ്സ് തന്നെയുണ്ട് ഇത്തരത്തിലുള്ള ഇൻഫർമേഷനൊക്കെ ഇൻവെസ്റ്റേഴ്സിന് നൽകുന്നത്. അതോടൊപ്പം തന്നെ ഡിസിപ്ലിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് മാർക്കറ്റ് താഴെ വരുമ്പോൾ ഒരുപക്ഷെ നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ HDFC ബാങ്ക് കയ്യിലുണ്ടാവും. മാർക്കറ്റ് താഴെ വരുമ്പോൾ ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് കണ്ട് HDFC ബാങ്കിൽ നിന്ന് എക്സിറ്റ് അടിച്ച് പോകുന്ന ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ ഇൻവെസ്റ്റർ മനസ്സിൽ വെക്കേണ്ടത് മുമ്പ് വാറൻ ബഫറ്റ് പറഞ്ഞ പോലെ തങ്ങളുടെ കാശ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ തങ്ങളുടെ മണി ഉപയോഗിച്ചുകൊണ്ട് വാങ്ങുന്ന അസറ്റിന് വാല്യൂ ഉണ്ടോ എന്നുള്ള കാര്യം മുമ്പ് കൺസിഡർ ചെയ്യുക. അത് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ പകുതി ജോബ് അവിടെ ഓവറാണ്. അതിനുശേഷമുള്ള ഡിസിപ്ലിനാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ബോർ ചെയ്തുകൊണ്ട് ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. കാരണം ഈ ബോർ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇൻവെസ്റ്ററെ ഗൈഡ് ചെയ്യുന്ന എപ്പോഴും സൈക്കോളജിക്കൽ ബയാസസ് ആയിരിക്കും. കാരണം ആ ഇൻവെസ്റ്റർക്ക് ഈ ബോറോഡ് മണി അങ്ങനെ തിരിച്ചു കൊടുക്കണം എന്നുള്ള ഒരു ബയാസാണ് മുമ്പ് ഉണ്ടാവുക. അതിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനിലൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് മാറ്റം വരുത്തിക്കൊണ്ടിരിക്കും. ഇതില്ലാതിരിക്കാനായിട്ട് ബോറോഡ് മണിയിൽ കൂടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താതിരിക്കുക, ഡിസിപ്ലിൻ വെച്ച് പോവുക, ലോങ് ടൈം വ്യൂ കീപ്പ് ചെയ്യുക. പിന്നെ എല്ലാവരും കാണിക്കുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് മാർക്കറ്റ് താഴെ വരുമ്പോൾ എല്ലാ മീഡിയയും പറയും മാർക്കറ്റിൻ്റെ ബുള്ളിഷ് റണ്ണൊക്കെ അവസാനിച്ചു, മാർക്കറ്റ് ഇനി ക്രാഷ് ചെയ്യും, ഈ ലെവലിലേക്ക് എത്തും. അത്തരത്തിലുള്ള ടോക്കുകളിലൊന്നും തന്നെ വശംവദരാവാതെ സ്വന്തം ഡിസിഷൻ എടുക്കുക. ഞാൻ എൻ്റെ ലോങ് ടൈം വ്യൂ കീപ്പ് ചെയ്യാണ്, എന്ത് തന്നെ വന്നു കഴിഞ്ഞാലും ഞാൻ ലോങ് ടൈമിലേക്ക് വാങ്ങിയിട്ടുള്ള ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ കീപ്പ് ചെയ്യുമെന്നുള്ള ഡിസിഷൻ എടുക്കണം. പ്രൊവൈഡഡ് ദാറ്റ് ഇപ്പോൾ AI യുഗമാണ്. ഇപ്പോൾ ഏതെങ്കിലും സ്റ്റോക്കുകൾ കയ്യിലിരിക്കുന്ന ഇൻവെസ്റ്റർ എയിൽ നിന്ന് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സ്റ്റോക്കാണെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സ്റ്റോക്കുകളുടെ കാര്യത്തിലൊക്കെ റിവ്യൂ ഒക്കെ നടത്തി അതിനനുസരിച്ചുള്ള ഡിസിഷനും കൂടി എടുക്കേണ്ടതാണ്. ഓക്കെ, വളരെ നന്ദി ശ്രീ റാംകി. ഷെയർവെൽത്ത് സെക്യൂരിറ്റീസിൻ്റെ
MD-യും ഒപ്പം സെബി രജിസ്ട്രേഡ് റിസർച്ച് അനലിസ്റ്റുമായ ശ്രീ റാംകിയുമായുള്ള വളരെ സുദീർഘമായ സംഭാഷണത്തിനൊടുവിൽ അതിൻ്റെ കീ ടേക്ക് അവേസ് എന്ന് പറയുന്നത് ഒന്ന്, പ്രത്യേകിച്ചും മാർക്കറ്റിൽ ധാരാളം വാർത്തകളും അപവാദ പ്രചരണങ്ങളും ഒക്കെ പല കമ്പനികളെ പറ്റിയും പല ഓഹരികളെ പറ്റിയും ഒക്കെ പ്രത്യേകിച്ച് ഒരു യുദ്ധ സമാനമായ സാഹചര്യത്തിൽ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആ നോയ്സിന് ചെവി കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ഓൾറെഡി ഇൻവെസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റർ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം. പുതിയതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളവരും എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സിനും തീർച്ചയായും അനുവർത്തിക്കേണ്ട 2 കാര്യങ്ങൾ, ഒന്ന് ഡിസിപ്ലിനും രണ്ടാമത്തേത് പേഷ്യൻസുമാണ്. അച്ചടക്കവും പേഷ്യൻസും, അതായത് ക്ഷമയും കഠിനാധ്വാനത്തിൽ ഊന്നിയുള്ള നമ്മുടെ പണമാണ് ഇതിൽ നിക്ഷേപിച്ചിരിക്കുന്നത് എന്ന ബോധ്യത്തോടു കൂടി റിസ്ക് എടുക്കാതെ വളരെ അച്ചടക്കത്തോടു കൂടി വളരെ പ്രിസിഷനായിട്ട് ഹൈ ക്വാളിറ്റി സ്റ്റോക്കുകൾ വാങ്ങി, ഹൈ ക്വാളിറ്റി സ്റ്റോക്സ് എന്ന് പറയുമ്പം ക്വാളിറ്റി ഉണ്ട്, ഹൈ ക്വാളിറ്റി ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള സ്റ്റോക്കുകളുണ്ട്. വിപണി മൂല്യം അനുസരിച്ച് ഹയർ മാർക്കറ്റ് ക്യാപ്പ് ഉള്ളതുകൊണ്ട് നിഫ്റ്റിയിലുള്ള സ്റ്റോക്കുകളുണ്ട്. ഏത് സ്റ്റോക്കായാലും താരതമ്യേന വളരെ മികച്ച കമ്പനികൾ വാങ്ങുക. അപ്പോഴും ശ്രീ റാംകി പറഞ്ഞ ആ പോയിൻ്റ് നമ്മുടെ മനസ്സിൽ വയ്ക്കുക. വാല്യുവേഷൻ ഒത്തിരി ഉയർന്ന തരത്തിലുള്ള വാല്യുവേഷൻ വന്നതിന് ശേഷം എത്ര ഹൈ ക്വാളിറ്റി വാങ്ങിയാലും ഏത് തരത്തിലുള്ള മാർക്കറ്റ് ക്യാപ്പുള്ള സ്റ്റോക്ക് ഉയർന്ന വിലയിൽ വാങ്ങിയാൽ നമുക്ക് വലിയ നേട്ടങ്ങളിലേക്ക് അത് സമ്മാനിക്കണമെന്നില്ല. പക്ഷേ അതേ സാഹചര്യത്തിൽ തിരിച്ച് മാർക്കറ്റ് ഇപ്പോൾ താഴ്ന്ന് വന്നിരിക്കുന്ന ഇപ്പോഴത്തെയൊക്കെയുള്ള സാഹചര്യത്തിൽ പുതിയ ഇൻവെസ്റ്റേഴ്സിന്, എസ്പെഷ്യലി എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സിന് പുതിയ ഫണ്ട് ആഡ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുന്നുണ്ട് ധാരാളം കമ്പനികൾ. ഇവിടെ തന്നെ ഒരു ക്രാഷ് പ്രൂഫായിട്ടുള്ള വളരെ വലിയ പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ പോലും വളരെ റെസീലിയൻസ് ആയിട്ട് വളരെ സ്ട്രോങ് ആയി നിൽക്കുന്ന, സ്ട്രെങ്ത് കാണിക്കുന്ന കമ്പനികളുടെ കാര്യം അദ്ദേഹം ഇവിടെ പരാമർശിക്കുകയുണ്ടായി. അപ്പോൾ അത്തരം കമ്പനികളിൽ നിക്ഷേപം നടത്തുക, അച്ചടക്കം, അതുപോലെ തന്നെ ക്ഷമ, ഒപ്പം തന്നെ നോയ്സിന് ചെവി കൊടുക്കാതിരിക്കുക. താങ്ക് യു.